വിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കൊരമ്പാല സെന്റ് തോമസ് വലിയ പള്ളിയുടെ 2021-22 വലിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വചന ശുശ്രൂഷയുടെ 2ാം ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ കോവിഡിൻ്റെതായ പ്രതികൂലതകൾ ഏതാണ്ട് 2 വർഷം പിന്നിടുകയാണ്. ഈ 2 വർഷത്തോളം ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുവാൻ നാം അതിനെ അതിജീവിക്കുവാനായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവവചനത്തെ ശ്രവിക്കുവാനും ഒക്കെയായി കിട്ടിയ ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു പുതിയ വേവിന്റെ സമയം കൂടി കടന്നു വരികയാണ്. ചുറ്റും കോവിഡിന്റെ പ്രതികൂലതകൾ മാത്രമാണ്. അതിനിടയിൽ നാം നിൽക്കുമ്പോൾ കടലിനെയും വെള്ളത്തെയും ഒക്കെ നിർമ്മിച്ചവനായ ദൈവം കടലിന്റെ വലിയ അസ്വസ്ഥതയെ ചെറിയ ശാസന കൊണ്ട് ശാന്തമാക്കിയ ആ ദൈവം നമ്പുരാൻ ഈ വലിയ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും ഒക്കെ തരണം ചെയ്യുവാൻ ദൈവം ഇടയാകും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ആ വിശ്വാസത്തിൽ, പ്രത്യാശയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തോട് കരുണയ്ക്കായി യാചിക്കാം, നിരന്തരമായി അവനോട് അപേക്ഷിക്കാം. എന്റെ കർത്തവ്യം എന്നത് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ ഏവർക്കും സ്വാഗതം അരുളുക എന്നുള്ളതാണ്. ആ കർത്തവ്യത്തിലേക്ക് ഒട്ടും സമയം കളയാതെ തന്നെ പ്രവേശിക്കുകയാണ്. സന്ധ്യ നമസ്കാരത്തിന് ശേഷം വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കും. ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോടുകൂടിയായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയനായ ജോൺ പോൾ അച്ഛൻ നമുക്കേവർക്കും സുപരിചിതനാണ്. അറത്തിൽ സെന്റ് ജോർജ് മഹാ ഇടവകയുടെ വികാരിയും ഭദ്രാസന മുൻ സെക്രട്ടറിയും ഒക്കെയായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറയേണ്ട എന്നാണ് എൻ്റെ വിചാരം. എൻ്റെ പിതാവ് കൂടിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ സന്ധ്യയിൽ നമ്മോടുകൂടി ആയിരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ആചാര്യശ്രേഷ്ഠൻ കടന്നു വന്നു. ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട ജോൺ പോൾ അച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നയിക്കുവാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ടോണി എം യോഹന്നാൻ അച്ഛനാണ്. വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുപോലെ തന്നെ അവിചാരിതമായിട്ടാണ് ഈ പ്രിയ ടോണി അച്ഛനെ നമുക്ക് ലഭിച്ചത്. ചില കാരണങ്ങളാൽ നേരത്തെ നമ്മൾ ക്ഷണിച്ചിരുന്ന വൈദിക ശ്രേഷ്ഠന് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ടോണി അച്ഛനെ ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചത്. വളരെ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് കടന്നു വരികയും ചെയ്തു. വീണ്ടും വലിയ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അച്ഛനും ഞാനും 4 വർഷത്തോളം സെമിനാരിയിൽ ഒരേ ബാച്ചായിട്ട് പഠിച്ചതാണ്, ഒരേ ക്ലാസ് റൂമിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഒരു നല്ല സുഹൃത്തിന്റെ സാന്നിധ്യവും വലിയ സന്തോഷവും ബലവും വേകുന്നു. അച്ഛൻ കല്ലിമയിൽ സെന്റ് തോമസ് ഇടവകാംഗമാണ്. ഇപ്പോൾ ചുനക്കര നോർത്ത് സെന്റ് ജോർജ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. മാവേലിക്കര ഭദ്രാസനത്തിന്റെ മീഡിയയുടെ ചുമതല വഹിക്കുന്നു. കഴിഞ്ഞ 1 വർഷം അഭിമന്യ യൗസേബീസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് ചുമതല വഹിച്ചിരിക്കുന്നു. അങ്ങനെ സ്തുത്യർഹമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ടോണി എം യോഹന്നാൻ അച്ഛൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 വർഷം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ 4 വർഷവും ഒരാൾക്കും കൊടുക്കാതെ നിന്നിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളൊക്കെ അസൂയയോടെ നോക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, 4 വർഷവും സെമിനാരിയിലെ ബെസ്റ്റ് പ്രീച്ചർ എന്ന സ്ഥാനം കൈവരിച്ച ഒരു വന്യ ആചാര്യനാണ്. 4 വർഷവും 1ാം സ്ഥാനവും കൊണ്ടുപോകും.
ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ 4 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രാവീണ്യം രുചിച്ചറിയുവാനും അതിൽ സന്തോഷിക്കുവാനും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നതും ഞങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോഴും പ്രസംഗത്തിൻ്റെതായ വേദികളിൽ നിറഞ്ഞ സാന്നിധ്യമായി മുന്നോട്ട് കടന്നു വരുന്നു എന്നതിലും സന്തോഷിക്കും. ബഹുമാനപ്പെട്ട ടോണി എം യോഹന്നാൻ അച്ഛനെ സെന്റ് തോമസ് വലിയ പള്ളി കുരമ്പാല സെന്റ് തോമസ് വലിയ പള്ളിയുടെ നാമത്തിൽ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പെരുന്നാൾ കൺവീനർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് മികവാർന്ന ഗാന ശുശ്രൂഷ നിർവഹിച്ച കൊയർ അംഗങ്ങളോടെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാജൻ വർഗീസ് അച്ഛൻ്റെ അസാന്നിധ്യം എല്ലാവരും നോക്കുന്നുണ്ട്. അച്ഛന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് കടന്നു വരാനായിട്ട് സാധിക്കാത്തത്. അച്ഛൻ നമ്മളോടൊപ്പം ഈ ലൈവിൽ പങ്കെടുക്കുന്നുണ്ട്. അച്ഛനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വചന ശുശ്രൂഷയ്ക്കായി ഏറ്റവും ബഹുമാനപ്പെട്ടവരെ ടോണി എം യോഹന്നാൻ അച്ഛനെ ക്ഷണിക്കും. ബാഹ്യമായ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആന്തരികമായ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. മഹാകാരുണ്യവാനും പരിശുദ്ധനുമാകുന്ന ത്രിയേക ദൈവമേ, അനുഗ്രഹീതമാകുന്ന ഒരു ദിവസത്തിന്റെ സന്ധ്യാസമയത്തോട് ഞങ്ങളെ നീ ചേർത്തണച്ച വലിയ കൃപയോർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രോഗവും മരണവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി അതിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ താണു വീണു പോകാതെ, താണടിയായി പോകാതെ നിന്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ മറയ്ക്കുന്ന നിന്റെ വലിയ കൃപയോർത്ത് ഞങ്ങൾ നിന്നെ അനവധരം സ്തുതിക്കുന്നു. നാഥ, പ്രത്യേകമായി ഇടവകയെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ അഭിഷിക്തരെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന ശ്രേഷ്ഠാചാര്യനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവ സമൂഹത്തെയും ഞങ്ങളുടെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അല്പസമയം ഞങ്ങൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് സമയത്തെ വേർതിരിക്കുന്നുവല്ലോ. വചനം സംസാരിക്കുവാൻ തക്കവണ്ണം ബലഹീനനായ അടിയനെയും വിഭജനത്തിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ ജനത്തെയും പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് നിറച്ചുകൊള്ളണമേ. വാങ്ങിപ്പോയ പരേതാത്മാക്കളെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ മടിയിൽ വസിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സീനിയർ വൈദികരിൽ ഒരാളും ഞാൻ പ്രതിതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആദരണീയനായ ജോൺ പോൾ അച്ഛൻ, അതിശ്രേഷ്ഠമാകുന്ന ഈ കൊരമ്പാല സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വികാരി ഏറ്റവും ബഹുമാനമുള്ള രാജനച്ഛൻ, എന്റെ ആത്മമിത്രവും സഹപാഠിയും നൊമ്പരങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരുന്ന എപ്പോഴും കൂടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഈ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയുമായി ചുമതല വഹിക്കുന്ന പോൾസൺ അച്ഛൻ, അനുഗ്രഹീതമാകുന്ന ഈ ശുശ്രൂഷയ്ക്ക് ആത്മീയ നിറവ് കൊണ്ടും മാധുര്യമുള്ള ഗാനങ്ങൾ കൊണ്ടും പങ്കുചേർന്ന ഇടവകയിലെ ഗായക സംഘ അംഗങ്ങൾ, കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ സമാധാനം ആശംസിക്കുകയാണ്. ഭാരതത്തിന്റെ അപ്പോസ്തലനും ഈ ഇടവകയുടെ കാവൽ പിതാവുമായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹായുടെ പാവന സ്മരണയ്ക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ ദീപ്തമായ സ്മരണയുടെ മുമ്പാകെ മധ്യസ്ഥത അണച്ചുകൊണ്ട്
ഈ ഇടവക അതിന്റെ പെരുന്നാൾ ദിനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ധന്യ നിമിഷങ്ങളാണല്ലോ ഇത്. ഈ പെരുന്നാളിന്റെ ഈ ദിവസങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇതിന്റെ ആരാധന ക്രമീകരണങ്ങളിലും പങ്കുചേരുന്ന അവസരങ്ങളിൽ ജീവിതത്തിന് പുതുക്കമുണ്ടാകുവാൻ, വിശുദ്ധി ഉണ്ടാകുവാൻ, ക്രിസ്തു സാക്ഷ്യം ഏന്തുന്നവരായി ജീവിതത്തിന് ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ കൊണ്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിന്തകളും ചിത്രങ്ങളുമുണ്ട്. വർണ്ണ അലങ്കാരങ്ങളും ദീപ അലങ്കാരങ്ങളും കൊടിയേറ്റും വാദ്യമേളവും വചനപ്രഘോഷണങ്ങളും പ്രതീക്ഷണവും ഭക്തി നിർമ്മരമായ റാസയും വിശുദ്ധ കുർബാനയും കൊടി ഇറക്കും നേർച്ച വിളമ്പോടുകൂടി പര്യവസാനിക്കുന്ന വളരെ ആർഭാടമായ ചില ചിന്തകളും ചിത്രങ്ങളും പെരുന്നാൾ എന്ന പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ ബാഹ്യമായ ഘടകങ്ങളാണ് ഒരു വർഷത്തെ പെരുന്നാളിന് കൊടി ഇറങ്ങിക്കഴിഞ്ഞ് പിറ്റേ വർഷത്തേക്ക് അതിനുവേണ്ടി കൊടിയേറ്റിനു വേണ്ടി കാത്തിരിക്കുവാൻ തക്കോണം എന്നെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ശരിയല്ലേ? 2 കൊല്ലമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പല COVID-19 പല നിയന്ത്രണങ്ങൾക്കുള്ള വിധേയപ്പെട്ട് പെരുന്നാൾ ഈ തരുണത്തിൽ പോലും അനുഷ്ഠിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ മനസ്സുകളിൽ രൂപപ്പെട്ട ഒരു ശൂന്യത, അതിനൊക്കെ അല്പമൊക്കെ ആശ്വാസമേകുവാൻ ഈ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ വകഭേദങ്ങളും നിയന്ത്രണമൊക്കെ പകർത്തി എഴുതുവാനുള്ള അവസരമാണ് ഏത് പെരുന്നാൾ എന്ന് പറയുന്നത്. എങ്ങനെയാ പകർത്തി എഴുതേണ്ടത്? ആരുടെ പെരുന്നാൾ നാം കൊണ്ടാടുന്നുവോ ആ ശുദ്ധിമതിയുടെ ആ പരിശുദ്ധന്റെ ജീവിതത്തിന്റെ നല്ല അംശങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സാംശീകരിച്ച് കൂടുതൽ വ്യക്തതയുള്ളതായി, കൂടുതൽ അർത്ഥസാംഗിത്യം നിറഞ്ഞതായി, കൂടുതൽ ഭംഗിയുള്ളതായി മാറ്റി എഴുതുവാനുള്ള അവസരമാണ് പെരുന്നാൾ. അപ്പോൾ ഈ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി കുരമ്പാല ആ ഇടവക ജനങ്ങൾ മുഴുവനായി ഒരു പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ പെരുന്നാളുകൾ പൂർണ്ണമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തോ ഉണ്ടാകണം? ഒരു പകർത്തിയെഴുത്തുണ്ടാകണം. എങ്ങനെ പകർത്തിയെഴുതണം? നാം പെരുന്നാൾ കൊണ്ടാടുന്ന ആ പരിശുദ്ധനായ മാർ തോമാ ശ്ലീഹായുടെ ജീവിതവും ഇപ്പോൾ നാം പെരുന്നാൾ അനുഷ്ഠിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തിന്റെ നല്ല അംശങ്ങളെ സംശീകരിച്ച് കൂടുതൽ വ്യക്തതയുള്ളതായി, കൂടുതൽ ഭംഗിയുള്ളതായി, കൂടുതൽ വിശുദ്ധിയുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ ഈ പെരുന്നാൾ കൊണ്ട് മാറ്റപ്പെടണം. പരിശുദ്ധ മാർ തോമാ ശ്ലീഹയെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രഥമമായി കടന്നു വരുന്ന ഒരു തലക്കെട്ടുണ്ട്. എന്താ? സംശാലുവായ ശിഷ്യൻ. ഇതാണ് ആദ്യം കടന്നു വരുന്ന തലക്കെട്ട്. സംശാലുവായ ശിഷ്യൻ എന്ന തലക്കെട്ടിനേക്കാൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എനിക്ക് അതിനെ മാറ്റി നിർവചിക്കുവാനാ ഏറെ ഇഷ്ടം. അദ്ദേഹത്തെ എനിക്ക് വിളിക്കുവാൻ ഇഷ്ടം വിവേകശാലിയായ ശിഷ്യൻ എന്നാണ്. നവീനമാകുന്ന ഈ കാലഘട്ടത്തിൽ എന്തും വിവേകത്തോടും സംശയദൃഷ്ടിയോടും കൂടി നോക്കണമെന്നുള്ള ഒരു പാഠം, എന്തിനേയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നുള്ള പാഠം ആ ശ്ലീഹ നമ്മുടെ മുമ്പാകെ വെച്ചു നൽകുന്നുണ്ട്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അസത്യമേതെന്നും സത്യമേതെന്നും, സ്വാഭാവികത ഏതെന്നും അസ്വാഭാവികത ഏതെന്നും, ശുദ്ധി ഏതെന്നും അശുദ്ധി ഏതെന്നും തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തിന്റെ നടുവിൽ ഞാനും നിങ്ങളും നിലകൊള്ളുമ്പോൾ തീർച്ചയായും ആ ശ്ലീഹ കാണിച്ചു നൽകുന്ന വിവേകത്തോടുകൂടി കാര്യങ്ങളെ നിരൂപണം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി നാം ആർജിച്ചെടുക്കണം. ഈ പെരുന്നാളിൽ നമുക്കുണ്ടാകേണ്ട മാറ്റം അതായിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട മാറ്റം പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം നോക്കുമ്പോൾ സുവിശേഷങ്ങൾ ഒറ്റ പദം കൊണ്ടാ ജീവിതത്തെ സംഹരിക്കുന്നത്. പറയുന്നത് എങ്ങനെയാണ്? സകലവും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്ന പദം കൊണ്ട് വിവേകത്തോടെ കാര്യങ്ങളെ കാണുവാനും അവലോകനം ചെയ്യുവാൻ തക്കോണമുള്ള ശക്തി ആർജിച്ച് നമ്മളിൽ നഷ്ടമായിരിക്കുന്ന, നമ്മുടെ ജീവിതയാത്രകളിൽ നഷ്ടമായിരിക്കുന്ന വിശുദ്ധിയിലേക്കും ക്രിസ്തു സാക്ഷ്യത്തിലേക്കും മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു മടക്ക യാത്രയ്ക്ക് നന്ദി കുറിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിന്റെ ദിവസങ്ങൾ കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
പ്രിയമുള്ളവരെ, ഇന്ന് ഈ രാത്രിയിൽ അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മടക്ക യാത്രയെ കുറിച്ചാണ്. യാത്ര എന്ന് കേട്ടപ്പോൾ തിരുവചനത്തെ പറ്റി അല്പമൊക്കെ അറിവുള്ള എനിക്കും നിങ്ങൾക്കുമൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ അനേകം യാത്രകളെ പറ്റിയുള്ള ചിത്രം സ്വാഭാവികമായി മനസ്സിൽ രൂപപ്പെട്ട് കാണും, അല്ലെ? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ അനേകം യാത്രകളെ പറ്റി വിവരിക്കുന്നുണ്ട്. പഞ്ചഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെയും ദൈവജനത്തിന്റെയും യാത്രകളെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകവും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളും രാജാക്കന്മാരുടെ പുസ്തകവും നോക്കുമ്പോൾ ചെറുതും വലുതുമായി ദൈവപുരുഷന്മാർ യഹോവയുടെ അരുളപ്പാട് മുഖാന്തരം നടത്തുന്ന യാത്രകളെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് കടക്കുമ്പോഴോ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ തന്നെ ഒരു യാത്രയാണ്. അതുകൊണ്ട് വേദശാസ്ത്രത്തിൽ അതിനൊരു വിശേഷണം നൽകും. ദ ജീസസ് മൂവ്മെന്റ് എന്നാ പറയുന്നത്. സെമിനാരിയിൽ പഠന കാലഘട്ടത്തിൽ 2ാം വർഷം ഒരു പ്രത്യേക കോഴ്സ് തന്നെയുണ്ട്, ജീസസ് മൂവ്മെന്റ്. ക്രിസ്തുവിന്റെ നടപടികൾ. ക്രിസ്തു ചെയ്ത എല്ലാ ശുശ്രൂഷകളും ഒരു യാത്രാ വിവരണമായിട്ടാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളും അപ്പോസ്തലന്മാരെ രചിക്കപ്പെട്ട ലേഖനങ്ങളും വെളിപാട് പുസ്തകവും എല്ലാം അവരുടെ പ്രേക്ഷിത പ്രവൃത്തികളുടെ സംഗ്രഹമാണ്. അവിധത്തിൽ യാത്രകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഏത്? നമ്മുടെ തിരുവചനം. ഇതിൽ ഏത് യാത്രയെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനായിട്ട് പോകുന്നത്? ആ യാത്ര ഏതെന്ന് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നില്ല. ആ യാത്ര നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുവാനുള്ള ഒരു എളിയ ശ്രമം ഞാൻ ഇവിടെ നിർവഹിക്കാൻ പോകുകയാണ്. പ്രബോധന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് വെറുതെ ഞാനിരുന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ പങ്കാളിത്തം കൂടി ഉണ്ടാകണമെന്നുള്ള ഒരു താല്പര്യമുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പോകുന്ന യാത്ര ഏതെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തുകയാണ്. പല ദേവാലയങ്ങളിലും ഈ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നേതൃത്വം നൽകുമ്പോൾ ഞാൻ മനഃപൂർവ്വം ഉൾപ്പെടുത്താറുള്ള ഒരു റൗണ്ട് ഉണ്ട്, ക്ലൂ റൗണ്ട് എന്ന് പറയും. സൂചനകൾ നൽകി ആ സൂചനകളിൽ നിന്ന് നാം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഏതെന്നോ സംഭവം ഏതെന്നോ വർഷം ഏതെന്നോ തിരിച്ചറിയണം. 5 സൂചനകളാണ് ഞാൻ പൊതുവെ കൊടുക്കാറുള്ളത്. ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് കാഠിന്യമേറിയതാണ്, സംശയം ഉളവാക്കുന്നതാണ്. ഉത്തരം പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ 5ാമത്തെ സൂചന വരെ എത്തണം. അപ്പോൾ നമ്മൾ പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ആ യാത്ര ഏതെന്നുള്ളതിനെ പറ്റി 5 സൂചനകൾ നൽകുകയാണ്. അതിന് മുമ്പായിട്ട് ആദ്യത്തെ 3 സൂചനകൾ കേട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ആ സാഹചര്യത്തിൽ ആരെങ്കിലും ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട പോൾസൺ അച്ഛന് ഒരു സമ്മാനം ആ വ്യക്തിക്ക് ധൈര്യപൂർവ്വം എഴുന്നേറ്റ് സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ സൂചനകളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ തക്കോണം നിങ്ങളൊന്ന് ശ്രമിക്കണം. വേദപുസ്തകത്തിൽ നാം പരിചയിച്ചിട്ടുള്ള യാത്രയാണ്. ആ സൂചനകൾ ഓരോന്നായി ഞാൻ പറയുകയാണ്. ആദ്യത്തെ 3 സൂചന കഴിഞ്ഞിട്ട് ഉത്തരം പറയാൻ ശ്രമിച്ചാൽ മതി. കാരണം ആദ്യത്തെ 2 സൂചനകളിൽ നിന്ന് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുവാൻ തക്കോണം നമുക്ക് കഴിയുകയില്ല. എന്റെ 1ാമത്തെ സൂചന ഇങ്ങനെയാണ്. ഈ യാത്രയിലെ യാത്രികരുടെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. യാത്രയിലെ യാത്രികർ യാത്ര ചെയ്യുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഒത്തിരി യാത്രകളുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നത്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്നത്, തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും ഒക്കെ പോകുന്ന യാത്രകളെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഏതും നമുക്ക് മനസ്സിലാകുമെന്ന് കൊണ്ട് കഴിയുന്നില്ല. ഞാൻ വേഗത്തിൽ 2ാമത്തെ സൂചനയിലേക്ക് പോവുകയാണ്. അവരുടെ യാത്ര ആരംഭിച്ചത് സൂര്യൻ അസ്തമിച്ച നേരത്താണ്. ഞാനിങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഇതൊരു യഹൂദ പാരമ്പര്യമില്ല. യഹൂദന്മാരെ സംബന്ധിച്ച് അവരവരുടെ യാത്രകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് ഉദയത്തിങ്കലാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 11-ാം വാക്യത്തിൽ മരുഭൂപ്രയാണ കാലഘട്ടത്തിൽ യഹൂദ സമൂഹം അവരുടെ യാത്രകൾ അവസാനിപ്പിക്കുന്നത് സന്ധ്യാസമയത്തും യാത്ര തുടങ്ങുന്നത് പ്രഭാതത്തെങ്കിലുമാണ്. ഇതൊരു യഹൂദ സംസ്കാരമാണ്. അതുകൊണ്ട് ഈ യാത്രികരുടെ യാത്രയെ നമുക്കൊരു ബദൽ യാത്രയായിട്ട് കാണുവാൻ തക്കോണം കഴിയും. 1ാമത് ഓർമ്മപ്പെടുത്തി കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട്, 2ാമതായി ഓർമ്മപ്പെടുത്തി സന്ധ്യാസമയത്താണ് അവർ യാത്ര ആരംഭിക്കുന്നത്. ഉത്തരം കിട്ടുന്നില്ല. എന്റെ 3ാമത്തെ സൂചന, ഈ സൂചനയിൽ ഉത്തരം പറയണം, എന്നാൽ മാത്രമേ പോൾസൺ കരുതി വെച്ചിരിക്കുന്ന സമ്മാനം ലഭിക്കുകയുള്ളൂ. എന്റെ 3ാമത്തെ സൂചന ഇങ്ങനെയാണ്. യാത്രയുടെ പ്രാരംഭത്തിൽ യാത്രികരുടെ എണ്ണം 2 ആയിരുന്നുവെങ്കിൽ യാത്രയുടെ മധ്യത്തിൽ അത് 3 ആവുകയും പിന്നീട് അത് അവർക്ക് സാക്ഷ്യത്തിന് കാരണമാകുകയും ചെയ്തു. യാത്രയുടെ പ്രാരംഭത്തിൽ യാത്രികരുടെ എണ്ണം 2 ആയിരുന്നുവെങ്കിൽ മധ്യത്തിൽ അത് 3 ആയി, പിന്നീട് അത് അവർക്കൊരു സാക്ഷ്യത്തിന് കാരണമായി. ഇനി ഒന്ന് ശ്രമിച്ചു നോക്കൂ. ധൈര്യത്തോട് മാസ്ക് താത്തോ അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞു. ഏതാണ് യാത്ര? ജോസഫും മറിയയും യേശു കുഞ്ഞിനെയും കൊണ്ട് എവിടോട്ട് പോന്നു?
നസ്രയത്തിലൊക്കെ പോന്നു. ഉത്തരം തെറ്റ്. തിരുജനനത്തിന്റെ നാളുകളായതുകൊണ്ട് എനിക്കറിയാം ആ ഉത്തരത്തിലേക്ക് എല്ലാവരും എത്തുമെന്ന്. എന്തോ എമ്മാവൂസിലേക്കുള്ള യാത്ര എന്തുവാ നമുക്ക് നോക്കാം. സൂചനകളിൽ ചേർന്ന് വെക്കുമ്പോൾ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അവസാനം നോക്കാൻ തക്കൊണ്ട് കഴിയും. എന്റെ 4ാമത്തെ സൂചനയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആ സൂചന ഇങ്ങനെയാണ്: 2 യാത്രികർ യാത്ര ആരംഭിക്കുന്നത് ക്രിസ്തു ഉദ്ധാനം ചെയ്ത അതേ ദിവസമാണ്. ക്രിസ്തു ഉദ്ധാനം ചെയ്ത അതേ ദിവസമാണ് ആ യാത്രികർ യാത്ര ആരംഭിക്കുന്നത്. ഒടുവിലത്തെ സൂചനയും കൂടി പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുക, സമയത്തിന്റെ കുറവ് കൊണ്ട്. ഒരു യാത്രികന്റെ പേര് ക്ലെയോപ്പാവ് എന്നതാണ്. ഉത്തരം ഏതാണ്? ആ മോള് പറഞ്ഞു. അച്ഛാ ശ്രമിച്ചോണേ, സമ്മാനം കൊടുക്കണേ. അച്ഛനെ കണ്ട് ശുശ്രൂഷ കഴിയുമ്പോൾ സമ്മാനം മേടിച്ചോണം കേട്ടോ. അത് മേടിച്ചോണം കേട്ടോ. ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. എന്താണ്? എമ്മാവൂസ് യാത്രയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഇന്ന് ഈ രാത്രിയുടെ ചിന്തയ്ക്കും പഠനത്തിനുമായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന വേദവാക്യം ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിസ്തന്റെ സുവിശേഷം 24-ാം അധ്യായം 33-ാം വാക്യം. ലൂക്കോസ് എവങ്കേലിസ്തന്റെ സുവിശേഷം 24-ാം അധ്യായം 33-ാം വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. That same hour they got up and returned to Jerusalem. ആ യാത്രയുടെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ള വാക്യമാണ് പഠനത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിസ്തന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ സവിസ്തരം വിവരിക്കുന്ന മനോഹരമായ യാത്രയാണ് ഇത്, എമ്മാവൂസ് യാത്ര. വേദപഠിതാക്കൾ ഈ യാത്രയെ പോസ്റ്റ് റിസറേഷൻ നറേറ്റീവ്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനാന്തര, ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം നടക്കുന്ന ആഖ്യാനങ്ങളുടെ ഗണത്തിലാണ് ഈ യാത്രയെ ഉൾപ്പെടുത്തുന്നത്. കേവലം 2 വാക്യങ്ങളിൽ മർക്കോസ് എവങ്കേലിസ്ത ഈ യാത്രയെ ചുരുക്കുമ്പോൾ ലൂക്കോസ് എവങ്കേലിസ്ത മാത്രമാണ് ഈ യാത്ര ഇത്ര ആലങ്കാരികമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ യാത്ര നാം പരിശോധിക്കുമ്പോൾ ഇതിന്റെ പ്രാരംഭത്തിൽ കാണുന്നുണ്ട്. 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് നല്ലവണ്ണം വായിച്ചു നോക്കണം. എന്നിരുന്നാലും നമ്മുടെ അറിവിൽ നിന്ന് നമുക്കിപ്പോൾ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ആ 13-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, അവരിൽ 2 പേർ എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. ആ 2 പേരിൽ ഒരാളുടെ പേര് പറയുന്നുണ്ട്. എന്താണ്? മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തി, ക്ലെയോപ്പാവ് എന്ന് ഓർമ്മപ്പെടുത്തി. മറ്റൊരാളുടെ പേര് പോലും അവിടെ പ്രതിപാദിച്ചിട്ടില്ല. അവരിൽ 2 പേർ. ആരിൽ 2 പേരാണ്? ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ട 2 പേർ. 12 അപ്പോസ്തലന്മാരിൽ ഉൾപ്പെട്ടവരല്ല. ക്രിസ്തുവിന്റെ പരിശുശ്രൂഷ നാളുകളിൽ അനേകായിരങ്ങൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തു. അതിൽ ആ ശിഷ്യഗണത്തിൽപ്പെട്ട 2 പേർ എവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് അവിടെ രേഖപ്പെടുത്തുന്നത്? യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുന്നു. വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ, വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന യെരൂശലേമിനെ, യേശു തമ്പുരാന്റെ പരിശുശ്രൂഷയുടെ ഭൂരിഭാഗവും നിർവഹിക്കപ്പെട്ട യെരൂശലേമിനെ, ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തനവും രോഗസൗഖ്യവും പ്രബോധനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച യെരൂശലേമിനെ, ക്രിസ്തുവിന്റെ സഹനവും മരണവും ഉത്ഥാനത്തിനും സാക്ഷ്യം വഹിച്ച യെരൂശലേമിനെ ഉപേക്ഷിച്ച് രാത്രിയുടെ മറവ് പിടിച്ച് സ്വന്തം ദേശത്തിലേക്ക് യാത്ര തിരിക്കുന്ന 2 ശിഷ്യന്മാരെയാണ് നാം അവിടെ പരിചയപ്പെടുന്നത്. സ്വന്തം ദേശമെന്ന് ഞാൻ പറയുന്നത് എന്റെ വാഗൊണ്ട് വെറുതെ പറയുകയല്ല. അത് രേഖപ്പെടുത്തുന്നത് ലൂക്കോസ് അല്ല, മറിച്ച് മാർക്കോസ് എവങ്കേലിസ്തയാണ്. മാർക്കോസ് എവങ്കേലിസ്തന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളിൽ ഇതിന്റെ ചെറിയ ഫോം അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, അവർ യാത്ര തിരിക്കുന്നത് എമ്മാവൂസ് പട്ടണം എന്ന് രേഖപ്പെടുത്തുന്നില്ല, മറിച്ച് സ്വന്തം ദേശത്തേക്ക് യാത്ര തിരിച്ചു എന്നതാണ്. അപ്പോൾ രാത്രിയുടെ മറവ് പിടിച്ച് വിശുദ്ധ നഗരത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന 2 ശിഷ്യന്മാരെയാണ് ഇവിടെ കാണുന്നത്, ഈ യാത്രയുടെ പ്രാരംഭത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഒരാൾ സ്വന്തം ദേശത്തെ കാംക്ഷിക്കുന്നത്? സ്വന്തം ഭവനത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ അങ്കുരിക്കുന്നത് എപ്പോഴാണ്? 2 സാധ്യതകളാണ്. എന്റെ അറിവനുസരിച്ച് 2 സാധ്യതകളായിരിക്കും ഉള്ളത്. ഒന്നാമത്, ഭവനത്തെ പറ്റിയുള്ള നല്ല സ്മരണ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ. പഠിക്കുവാനായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് അറിയാം. ഇപ്പോഴത്തെ നമ്മുടെ തലമുറകളൊക്കെ UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, റഷ്യ, കാനഡ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പഠിക്കുവാനായിട്ട് പോകുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ ഏതെങ്കിലും നേരത്ത്
തന്റെ ഭവനത്തെ പറ്റിയുള്ള നല്ല സ്മരണകൾ, അതും അല്ലെങ്കിൽ അമ്മയോട് ഉണ്ടാക്കുന്ന രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണത്തെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കും? എവിടെ കാംക്ഷിക്കും? സ്വന്തം ഭവനത്തെ കാംക്ഷിക്കും. അതുകൊണ്ടാണല്ലോ ഫോൺ എടുത്ത് ഉടൻ തന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭവനത്തെ പറ്റിയുള്ള നല്ല സ്മരണ മനസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വന്തം ദേശവും ഭവനവും കാംക്ഷിക്കും. രണ്ടാമത്തെ സാധ്യത എന്താണെന്ന് അറിയാമോ? COVID-19 ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇറക്കുന്ന ഏറ്റവും വലിയ ജാഗ്രതാ നിർദ്ദേശം എന്താണ്? വീടിന് പുറത്തോട്ട് ഇറങ്ങരുത്, വീടിനുള്ളിൽ ഇരുന്നോണം. എന്തുകൊണ്ടാണ്? വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ രോഗാതുരതരായി തീരുമാൻ തക്കവണ്ണമുള്ള സാധ്യത എവിടെയുണ്ട്? പുറത്തുണ്ട്. അപ്പോൾ സുരക്ഷിതമായ ഇടം എവിടെയാണ്? നമ്മുടെ ഭവനമാണ്. പുറത്ത് അരക്ഷിതമായ അവസ്ഥകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായി നിലകൊള്ളുവാൻ കഴിയുന്ന ഇടം എവിടെയാ? ഭവനവും സ്വന്തം ദേശവുമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം ഒരു മകനെ പരിചയപ്പെടുന്നുണ്ടല്ലോ. അപ്പന്റെ സ്വത്തെല്ലാം വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അത് ദൂർത്തരിച്ച് ചിലവിട്ട് ജീവിക്കുന്ന ഒരു പുത്രൻ. അവന്റെ പണമെല്ലാം തീർന്ന സാഹചര്യത്തിൽ, സുഹൃത്തുക്കളൊക്കെ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ വ്യാപൃതനാകുമ്പോൾ ക്ഷാമകാലത്ത് ആ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്ന സാഹചര്യത്തിൽ അവൻ ആരെ പറ്റി ഓർത്തു? അപ്പനെ പറ്റി. സ്വന്തം ഭവനത്തിൽ ബാല്യക്കാർക്ക് ഇതിലും സുരക്ഷിതമായ ഭക്ഷണം ഉണ്ടാകുമെന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയുണ്ടായി. 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റ് അവന്റെ അപ്പന്റെ അടുക്കിലേക്ക് പോയി എന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങൾ പ്രതികൂലതകൾ, അരക്ഷിതമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി എവിടെ കാംക്ഷിക്കും? സ്വന്തം ദേശത്തോ സ്വന്തം ഭവനത്തെ നേടിയെടുക്കുവാൻ തക്കോണം, സുരക്ഷിതമായി നിലകൊള്ളുവാൻ തക്കോണം ആഗ്രഹിക്കും. ഈ രണ്ടു ശിഷ്യന്മാർ വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ ഉപേക്ഷിച്ച് സ്വന്തം ദേശത്തേക്ക് യാത്ര തിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അവർ നിലകൊണ്ടിരുന്ന യെരൂശലേം നഗരം പ്രതികൂലതകൾ, അരക്ഷിതമായ അവസ്ഥകൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ സുരക്ഷിതമായ ഇടം തേടിക്കൊണ്ട് അവർ യാത്രയുടെ മറവ് പിടിച്ച് എവിടേക്ക് പോകുന്നു? സ്വന്തം ദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ യാത്രാമധ്യയിലാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടാകുന്നതും അവർ മടങ്ങി എവിടേക്ക് തന്നെ പോകുന്നത്? വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ എമ്മാവൂസ് യാത്ര എന്ന് നാം ഇതിന് തലക്കെട്ട് കൊടുക്കുമെങ്കിലും എമ്മാവൂസിലേക്ക് പോയതിനല്ല അവിടെ പ്രാധാന്യം, മറിച്ച് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തിരികെ എവിടേക്ക് വന്നതിനാ പ്രാധാന്യം? യെരൂശലേമിലേക്ക് മടങ്ങി വന്നതിനാണ് പ്രാധാന്യം. മടങ്ങി വന്ന് ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്നുള്ള ക്രിസ്തുവിന്റെ സാക്ഷ്യം സഹശിഷ്യന്മാരോട് അറിയിക്കുന്നതിനാ പ്രാധാന്യം. അവിടെയാ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന ആ വേദവാക്യത്തിന്റെ പ്രസക്തി. That same hour they got up and returned to Jerusalem. കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ജീവിത യാത്രകളിൽ നമ്മളിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധിയുടെ പരിമളത്തിന്റെ വാസന, ജീവിതയാത്രകളിൽ ഇങ്ങനെ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധിയുടെ പരിമള വാസന, അത് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സുരക്ഷിതമായ ഇടങ്ങളെ തേടിയുള്ള നമ്മുടെ യാത്രകളിൽ തിരികെ നടക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. എവിടെ ലക്ഷ്യമാക്കിക്കൊണ്ട്? വിശുദ്ധിയുടെ നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അവിടെയായി മടക്ക യാത്രയ്ക്ക് പ്രസക്തി വർദ്ധിക്കുന്നത്. ആ ശിഷ്യന്മാർ എങ്ങനെയാണ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയത്? ആ മടക്ക യാത്രയ്ക്കുള്ള കാരണങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞ് ഈ ചിന്തകൾ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രണ്ട് ശിഷ്യന്മാരുടെ മടക്കയാത്രയ്ക്കുള്ള കാരണങ്ങളാണ് ഈ രാത്രിയിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആ മടക്കയാത്രയുടെ ഒന്നാമത്തെ കാരണം അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കി എന്നതാണ്. എന്താണ്? അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കി. Their spiritual blindness was erased. എന്താ ഈ സ്പിരിച്വൽ ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ? ആത്മീയ അന്ധത എന്ന് പറഞ്ഞാൽ എന്താ? അന്ധത എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അന്ധത എന്ന് പറഞ്ഞാൽ? കണ്ണു കാണുവാൻ കഴിയാത്ത അവസ്ഥ. തത്വചിന്തകന്മാർ പറയുന്നു, ഫിലോസഫേഴ്സ് പറയുന്നുണ്ട്, കാഴ്ച രണ്ടു തരത്തിലുണ്ട്. ഒന്നാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ഫിസിക്കൽ വിഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാഴ്ച. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നാം കാണുന്നത് എന്തും ഈ ഗണത്തിൽ പെടുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കാണുന്നു, അതേപോലെ തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് എന്നെ കാണുന്നു. ഇതൊരു ഫിസിക്കൽ വിഷൻ ആണ്. ഈ കാഴ്ച എങ്ങനെയാ സാധ്യമായി തീരുന്നത്?
നിശ്ചിതമാകുന്ന അളവിൽ നിശ്ചിതമാകുന്ന ദൂരത്തിൽ പ്രകാശം ഒരു വസ്തുവിലേക്ക് തട്ടി അതിന്റെ പ്രതിഫലനം നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ അല്ലെങ്കിൽ കണ്ണിൽ ഒപ്റ്റിക് ഡിസ്കിലേക്ക് വന്ന് പതിക്കുമ്പോൾ അവിടെ നടക്കുന്ന ചില പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നാം ആ വസ്തുവിനെ തിരിച്ചറിയുന്നത്. ഈ യാത്രയിൽ ഈ പ്രക്രിയയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുകയോ നമ്മുടെ കണ്ണിന്റെ ഫോട്ടോ റിസപ്റ്റർ സെൽസിനൊക്കെ ഹാനി സംഭവിക്കുകയാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് നാം എന്തു പറയും? അന്ധത എന്ന് പറയും. മെഡിക്കൽ ടീമിൽ പലതരത്തിലുള്ള അന്ധതയുണ്ട്. അത് അവിടെ രൂപപ്പെടുന്ന ആ ഹാനി സംഭവിക്കുന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇതാണ് ബാഹ്യമായ അന്ധത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഫിലോസഫേഴ്സ് പറയുന്ന കാഴ്ച എന്ന് പറയുന്നത് ദ വിഷൻ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ കാഴ്ച, അതല്ലെങ്കിൽ ആത്മീയമായ കാഴ്ച. ഈ കാഴ്ചയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവാണ് ഏത്? ആത്മീയമായ കാഴ്ച. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവാണ് ഈ ആത്മീയമായ കാഴ്ച. സ്വർഗം, നരകം, പറുദീസ, ന്യായവിധി, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കേട്ടു പരിചയിച്ചിട്ടേ ഉള്ളൂ. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങളൊക്കെ രൂപപ്പെടും. എങ്ങനെയാ രൂപപ്പെടുന്നത്? നമ്മുടെ വായനകളിൽ നിന്നോ നാം കേട്ടിട്ടുള്ള പ്രബോധനങ്ങളിൽ നിന്നോ രൂപപ്പെടുന്നതാണ്. തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഗോത്രപിതാവായ യാക്കോബിന് ബഥേലിൽ ഉണ്ടാകുന്ന ദർശനം, യെശയ്യാ പ്രവാചകൻ ഉണ്ടാകുന്ന ദർശനം, എസ്കേൽ പ്രവാചകൻ ഉണ്ടാകുന്ന ദർശനം, ദാനിയേൽ പ്രവാചകൻ ഉണ്ടാകുന്ന ദർശനം, ദമസ്കോസിന്റെ പടിവാതിക്കൽ സൗലെന്ന പൗലോസിനുണ്ടാകുന്ന ദർശനം, വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹായിക്കുണ്ടാകുന്ന ആത്മവിവശത, ഇവയൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു മനസ്സിന്റെ കാഴ്ചയാണ്. ഇതിനെ നമുക്ക് ദൈവീകമായ കാഴ്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ തക്കോണം കഴിയും. ഈ കാഴ്ച കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ കാണുവാനുള്ള കഴിവിന്റെ അപര്യാപ്തതയെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ആത്മീയ അന്ധതയെന്ന്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ആ ശിഷ്യന്മാർക്കുള്ളത് എന്തായിരുന്നു? ആത്മീയ അന്ധതയാ. ഈ ദൈവീകമായ കാഴ്ചയുടെ അപര്യാപ്തതയാണ്. എന്താണ് ഇവരെ ആത്മീയ അന്ധതയ്ക്ക് കാരണം ആരായപ്പോൾ മനസ്സിൽ വരുന്ന ഉത്തരം ഒന്നേ ഉള്ളൂ, അവിടെ വിശ്വാസരാഹിത്യമാണ്, വിശ്വാസമില്ലായ്മ. എന്താ വിശ്വാസം? നമുക്കറിയാവുന്നൊരു നിർവചനമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം എന്തുവാ എന്ന് പറഞ്ഞേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും, അടുത്തതാ കേൾക്കേണ്ടത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് ഈ കാണാത്ത കാര്യം? ഈ ആത്മീയ കാഴ്ച. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമില്ലായ്മയാണ് ഏത്? ഈ ആത്മീയ അന്ധത. വേദഭാഗം പഠിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്നതും ഇതുതന്നെയാണ്. അവർക്ക് വിശ്വാസരാഹിത്യം കൊണ്ട് അവർ ആത്മീയമായി അന്ധത പ്രാപിച്ചവരായിരുന്നു. കൂടെ നടന്ന ക്രിസ്തു ഒരു സഹയാത്രികനായി കൂടെ നടന്നിട്ടും 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു, അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നോ, എന്തോ പിൻവലിച്ച് അവരുടെ കണ്ണിന് തടസ്സം നിന്നിരുന്നു എന്നതാണ് അവിടെ വായിച്ചെടുക്കുന്നത്. അവരുടെ വിശ്വാസമില്ലായ്മ ഈ വേദഭാഗം പഠിക്കുമ്പോൾ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ യാത്രയിൽ അവർ സംവേദിച്ചിരുന്ന ആരെ പറ്റിയായിരുന്നു? അവരുടെ ചർച്ചാ വിഷയം ആരായിരുന്നു? എന്തിനെ പറ്റി? ആ 13 മുതൽ നമ്മൾ കേട്ടുപരിചയിച്ചിട്ടുള്ളതാണ്. എന്തിനെ പറ്റിയായിരുന്നു അവർ വാദിച്ചു തർക്കിച്ചു പോയിരുന്നത്? ക്രിസ്തുവിനെ പറ്റിയായിരുന്നു അവരുടെ സംസാര വിഷയം. രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്, വാദിച്ചു തർക്കിച്ചു പോയി എന്ന. രണ്ട് വ്യക്തികൾ വാദിക്കുവാനും തർക്കിക്കുവാനുമുള്ള കാരണം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായി രണ്ട് വ്യക്തികൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. അത്രമേൽ ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഒരു അപരിചിതനായ മനുഷ്യൻ കൂടെ നടന്നപ്പോൾ നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ അപരിചിതനോട് ക്രിസ്തുവിനെ പറ്റി പ്രബോധനം പോലും ആര് നൽകുന്നുണ്ട്? ഈ രണ്ടു ശിഷ്യന്മാർ നൽകുന്നുണ്ട്. 19-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിട്ടാണ് ആ അപരിചിതനായ മനുഷ്യനെ അപരിചിതനായ മനുഷ്യന്റെ മുമ്പാകെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. അത്രമേൽ തങ്ങളുടെ ജീവിതങ്ങളിൽ തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അവർ ആരെ അറിഞ്ഞിരുന്നു? ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു. എന്നിട്ടും കൂടെ നടന്ന ആ സഹയാത്രികൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം കഴിയാത്തത് ഇതിങ്ങനെ തന്നെയാണ്. എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കുറിക്കുമ്പോഴും ഒക്കെ ക്രിസ്തുവിനെ പറ്റി വാചാലകരാകുന്നതാ.
ഉപദേശങ്ങൾ നൽകുമ്പോൾ, കുടുംബങ്ങളിൽ കലഹം ഉണ്ടാകുമ്പോൾ, മക്കളെ ഉപദേശിക്കുമ്പോൾ, വയോധികരായ മാതാപിതാക്കളെ ഉപദേശിക്കുമ്പോഴൊക്കെ ദൈവനാമം സദാ ഉച്ചരിക്കുന്നവരാ ഞാനും നിങ്ങളും. എന്നാൽ അരികിലിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കോണം കഴിയുന്നില്ല. കാരണം നമ്മൾ ആത്മീയമായി അന്ധത പ്രാപിച്ചതാണ്. വിശ്വാസരാഹിത്യമാണ് അതിനുള്ള കാരണം. വേദഭാഗത്തിൽ നിന്ന് അവരുടെ വിശ്വാസമില്ലായ്മയെ പറ്റി ഇത്രയോളം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. വേദപുസ്തകത്തിന് പുറത്ത് ആരാണ് ക്ലയോപ്പാവെന്നും ഏതാണ് ഈ എമ്മാവുസ് പട്ടണം എന്നുള്ള പഠനം നടത്തുമ്പോൾ അവരുടെ വിശ്വാസമില്ലായ്മ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. ആരാണ് ക്ലയോപ്പാവ്? വേദപുസ്തകത്തിൽ മറ്റെവിടെയെങ്കിലും ക്ലയോപ്പാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? രണ്ടു പാരമ്പര്യങ്ങളാണ് ക്ലയോപ്പാവ് ആര് എന്നുള്ളതിനെ പറ്റി ഒരു പഠനം നടത്തുമ്പോൾ നമ്മുടെ മുമ്പാകെ ലഭിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നു, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു തമ്പുരാന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു മറിയത്തിന്റെ ഭർത്താവായ ഒരു ക്ലയോപ്പാവിനെ പറ്റി മലയാളം ബൈബിളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മലയാളം ബൈബിളിൽ ക്ലയോപ്പാവ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ യഥാർത്ഥമായ തർജിമ ക്ലോപ്പസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ക്ലോപ്പസ് തന്നെയാണോ ക്ലയോപ്പാവെന്നും ഇതേ ക്ലയോപ്പാവ് തന്നെയാണോ എമാവൂസിലേക്ക് യാത്ര തിരിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള തർക്കങ്ങളൊക്കെ വേദപഠനങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പാരമ്പര്യം അത്രമേൽ സ്വീകാര്യത ലഭിക്കുന്നില്ല. മറ്റൊരു പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്. ആരാണ് ക്ലയോപ്പാവ് എന്ന് പറയുമ്പോൾ എഡ്വിൻ മാഗ്നൽ പീറ്റൻ എന്ന് പറയുന്ന വേദപഠിതാവ് അദ്ദേഹം നടത്തുന്ന പോസ്റ്റ് റിസറക്ഷൻ സ്റ്റഡീസിന്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ക്ലയോപ്പാവ് എന്ന് പറയുന്ന വ്യക്തി എമാവൂസ് പട്ടണത്തിലെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അത് തെളിയിക്കുന്നത് രാഷ്ട്രീയ പശ്ചാത്തലവും എമാവൂസ് പട്ടണത്തിലെ ഭൂമിശാസ്ത്രവും വെച്ചുകൊണ്ടാണ്. ഏതാണ് ഈ എമാവൂസ് പട്ടണം എന്നറിയാമോ? ഇന്നും യെരുശലേമിൽ സ്ഥിതി ചെയ്യുന്ന അൽക്യൂവേവ എന്ന് പറയുന്ന പട്ടണമാണ്. അന്നും ഇന്നും ആ പട്ടണം അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഹോട്ട് സ്പ്രിങ്സ് എന്ന ചൂടുറവകളുടെ പട്ടണമാണ് എമാവൂസ് പട്ടണം. ഇന്നിങ്ങനെ അറിയപ്പെടുവാൻ അതിന് ഭൂമിശാസ്ത്രപരമായ കാരണമുണ്ട്. ഊഷ്മാവേറിയതും സമുദ്രതീരത്തോട് സമനില പുലർത്തുന്നതുമായി ഈ പട്ടണത്തിന്റെ പാറക്കെട്ടുകളിടയിൽ നിന്ന് വരുന്ന ഇളം ചൂടുവെള്ളത്തിന് ഏറെ ഔഷധ ഗുണമുള്ളതാണ്. ഗ്രീക്ക് ഭരണകൂടം രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചൂടുറവകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആഡംബര സംസ്കൃതിയുടെ ഭാഗമായി പലയിടങ്ങളിലും പട്ടണത്തിൽ കുളിയിടങ്ങൾ സ്ഥാപിച്ചു. കുളിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ. ഈ കാലഘട്ടത്തിൽ നാം പരിചയിച്ചിട്ടുള്ള സ്പാ സെന്റേഴ്സ് ഉണ്ടല്ലോ, വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള കേന്ദ്രങ്ങൾ. ആ കാലഘട്ടത്തിൽ ഗ്രീക്ക് ഭരണകൂടം രൂപകൽപ്പന ചെയ്ത ഇതുപോലെയുള്ള കുളിയിടങ്ങൾ എമ്മാവൂസ് പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട ധനസ്രോതസ്സായി മാറ്റപ്പെട്ടു. എഡ്വിൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെയുള്ള കുളിയിടങ്ങളുടെ ഉടമയായിരുന്നു ആര്? ക്ലയോപ്പാവ്. അത് മാത്രമല്ല, താഴോട്ട് പറയുന്നു, രാഷ്ട്രീയ പശ്ചാത്തലം നിർത്തിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഗ്രീക്ക് ഭരണകൂടത്തിൽ നിന്ന് റോമൻ സാമ്രാജ്യം ഭരണം ഏറ്റെടുത്തപ്പോൾ, പ്രത്യേകിച്ച് ഹേരോദ് അഗ്രിപ്പായുടെ ഭരണകാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കുളിയിടങ്ങളിൽ അധികമായ നികുതി ഏർപ്പെടുത്തി. സ്വാഭാവികമായും കുളി ഉടമകൾക്ക് റോമൻ ഭരണകൂടത്തിനെതിരെ വിരോധമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് അവർ അറിയുന്നത് യെരുശലേമിൽ നസറേയനായ ഒരു മനുഷ്യൻ റോമൻ സാമ്രാജ്യത്തിനെതിരെ വിപ്ലവം സൃഷ്ടിക്കുന്നു എന്ന്. ചരിത്രത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഈ മനുഷ്യൻ പെസഹായുടെ പെരുന്നാളിൽ ക്രിസ്തുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം യെരുശലേമിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ സാഹചര്യവും ഈ പഠനം വെച്ച് നോക്കുമ്പോൾ ആ ക്ലയോപ്പാവും ആ കൂടെയുള്ള ശിഷ്യനും യാത്ര തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ടാണോ? മറിച്ച് അവന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയാണ്. ഇത് വേദപുസ്തകത്തിന് പുറത്തുള്ള പഠനമാണ്. വേദപുസ്തകത്തിന് ഉള്ളിലും പുറത്തുമുള്ള സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ പോലും അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്നത് സത്യമാണ്. കൂടെയുള്ള സ്ത്രീകൾ പോലും കല്ലറയിൽ പോയി കണ്ടു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കല്ലറയ്ക്ക് പോയി നോക്കുവാൻ പോലും, ക്രിസ്തു ഉദ്ധാനം ചെയ്തോ എന്ന് നോക്കുവാൻ പോലും മനസ്സ് കാട്ടാതെ രാത്രിക്ക് തന്നെ സ്വന്തം പട്ടണത്തിന്റെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആ രണ്ടു ശിഷ്യന്മാർ, അവരുടെ വിശ്വാസരാഹിത്യം നമുക്ക് അവിടുന്ന് വായിച്ചെടുക്കുവാൻ തക്കോണം കഴിയും. ഇവരെ തേടി ക്രിസ്തു നടന്ന് അവരുടെ വിശ്വാസമില്ലായ്മ, ആത്മീയ അന്ധത തുടച്ചു നീക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കുന്നത്? രണ്ടു പടികൾ ക്രിസ്തു ഇവിടെ അവലംബിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയ പലകകളിൽ ഈ മാർഗങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. ക്രിസ്തു അവരുടെ ആത്മീയ അന്ധതയെ, വിശ്വാസമില്ലായ്മയെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം സ്വീകരിക്കുന്ന ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി എന്നതാണ്. ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി. എന്താ ഈ ആത്മീയ അധ്വാനം? സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ?
കായികമായ അധ്വാനം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശാരീരികമായ അധ്വാനം ഇല്ല എങ്കിൽ നമുക്ക് ശരീരത്തിന്റെ സൗന്ദര്യവും ആകാര വടിവും ഉന്മേഷമൊന്നും നിലനിർത്തുവാൻ തക്കോണം കഴിയുകയില്ല. അതുകൊണ്ട് ഈ പുതിയ തലമുറ മാത്രമല്ല, എല്ലാ തലമുറയിൽപ്പെട്ടവരും ഇന്ന് ഈ ഫിറ്റ്നസ് സെന്റേഴ്സിനെയൊക്കെ ആശ്രയിക്കുന്നത്. അനേകം ആപ്പുകളുടെ സഹായത്തോടും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ സഹായത്തോടും ഒക്കെ ശരീരത്തിന്റെ സൗന്ദര്യവും ആകാര വടിവും ഉന്മേഷവും ഒക്കെ നിലനിർത്തുവാൻ തക്കോണം നാം പ്രയത്നിക്കുന്നു. അതുകൊണ്ടാണ് ഈ പണ്ട് കാലത്ത് ഈ സാമ്പത്തിക ഭദ്രത അത്രയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ, ഭക്ഷണമൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ പൂർവികരൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഭക്ഷണം ആവശ്യത്തിന് ഉണ്ടായിട്ട് പോലും പട്ടിണി കിടക്കുക. എന്നിട്ട് അതിനൊരു പുതിയ പേര് കൊടുത്തു. എന്താ? ഡയറ്റ്. ഒരു സ്പൂൺ ചോറ് ഉണ്ണുന്ന പുതിയ തലമുറയിൽപ്പെട്ടവരെ എനിക്ക് പരിചയമുണ്ട്. എവിടെയും കാണും അല്ലെ, വീടുകളിൽ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ മനസ്സിലാവും. ഒരു സ്പൂൺ ചോറ് മാത്രം കഴിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയാ? ശരീരത്തിന്റെ ദുർമേധസ് ഉരുക്കിക്കളയുവാൻ തക്കവണ്ണം. ഈ സമകാലികമായ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലി ഇതൊക്കെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അപ്പോൾ ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും എന്തു വേണം? കായികമായ അധ്വാനം വേണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉന്മേഷവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം എന്തു വേണം? ആത്മീയമായ അധ്വാനം കൂടിയേ തീരൂ. യേശു തമ്പുരാൻ അവർക്ക് പഠിപ്പിച്ചു നൽകുന്ന ആത്മീയ അധ്വാനം എന്താണെന്ന് അറിയാമോ? 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്താണ് ആത്മീയ അധ്വാനം? തിരുവചന പഠനമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവികനായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഈ ആത്മീയ അധ്വാനം കൂടിയേ തീരത്തുള്ളൂ. നാം പറയും നമ്മളൊക്കെ ആത്മീയമായി അധ്വാനിക്കുന്നവരാ. അതുകൊണ്ടാണല്ലോ ഈ രാത്രിയുടെ സമയമൊക്കെ ചെലവഴിക്കുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വന്ന് ഈ ശുശ്രൂഷകളിലൊക്കെ ഞാനും നിങ്ങളും പങ്കുചേരുന്നത്. പൊതുവിൽ നാം പറയും ഞായറാഴ്ചകളിൽ ഞങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, ആത്മീയ സംഘടന പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. നമുക്കൊക്കെ ഉള്ളത് ഞായറാഴ്ച കേന്ദ്രിതമായ ഒരു ആത്മീയ സംസ്കാരമാണ്. ഇങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് മരുഭൂമിയിലെ പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ആ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് സ്പിരിച്വലി പെർഫെക്റ്റ് ഇഫ് യു ഓൺലി വർക്ക് ഔട്ട് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ മാത്രം നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ, ആത്മീയമായി അധ്വാനിക്കുകയാണെങ്കിൽ ആത്മീയതയിൽ പൂർണ്ണത പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അതിനുവേണ്ടി എന്തോ വേണം? ദിവസവും ദിനം പ്രതി നമ്മുടെ ജീവിതചര്യയായി എന്തോ വേണം? ആത്മീയമായ അധ്വാനം കൂടിയേ തീരും. പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്, ഹൗസ് ഹോൾഡ് അസറ്റിസം. എന്താണ് ഈ പദം? കേട്ടിട്ടുണ്ടോ? ഹൗസ് ഹോൾഡ് അസറ്റിസം. അസറ്റിസം എന്ന് പറയുന്ന പദം സന്യാസം എന്ന പദത്തോട് ചേർത്താ വായിക്കുന്നത്. ദേറ എന്ന പദം പരിചയം കാണും. ദേറ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലേക്ക് കടന്നു വരുന്നത് സന്യസ്തരായിരിക്കുന്ന വ്യക്തികൾ താമസിക്കുന്ന ഇടം എന്നുള്ളതാണ്. ദേറ എന്ന സുറിയാനി പദത്തിന് അർത്ഥം ഭവനം എന്നുള്ളതാണ്. ഹൗസ് ഹോൾഡ് അസറ്റിസം എന്ന് പറയുന്ന ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഒരു തപസ്യയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു തപസ്യയെ, ഒരു ആത്മീയനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം കഴിയും. എങ്ങനെയാണ്? ഓർമ്മപ്പെടുത്തിയതുപോലെ കൃത്യമായ തിരുവചന പഠനം, കൃത്യമായ നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, ഉപവാസം, കാരുണ്യ പ്രവർത്തികൾ, പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള സ്നേഹം, ഇവയൊക്കെ നിലനിർത്തുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു തലമുറയെ, ഒരു തപസ്യയെ, ആത്മീയ മനുഷ്യരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കോണം സാധിക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനകളുടെ സമയം നോക്കിയാൽ മതി. പണ്ട് കാലത്ത് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ വിളക്ക് കത്തിക്കുന്നതും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഉയരുന്ന പാട്ടിന്റെ ശബ്ദം കേട്ടുകൊണ്ട് സമീപവാസികൾ പറയുമായിരുന്നു 6 മണിയായി 7 മണിയായി എന്നൊക്കെ. ഇന്ന് അങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ തക്കോണം കഴിയുമോ? കൃത്യമായ സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു തലമുറയെ നമുക്ക് പരിചയം കാണും. ഇന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സമയത്തിന്റെ ക്രമീകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും ചോദിച്ചോളട്ടെ, എല്ലാത്തിനും ഒരു ക്രമമില്ലേ? സമൂഹത്തിലേക്ക് നോക്കുകയെ അവിടെ ഉണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ. ആ ലോ ആൻഡ് ഓർഡർ തെറ്റുകയാണെങ്കിൽ, ആ ക്രമം തെറ്റുകയാണെങ്കിൽ നാം വിളിക്കും അതിനെ എന്ത് വിളിക്കും? അക്രമം എന്ന് വിളിക്കും. പ്രകൃതിയിലേക്ക് നോക്കിക്കേ, ഋതുക്കൾ യഥാക്രമം മാറി വരുന്നുണ്ട്. ഈ ക്രമം ഒന്ന് തെറ്റുകയാണെങ്കിൽ പല പേരുകൾ പറയുന്നത്. പ്രളയമെന്നോ
കൊടുങ്കാറ്റെന്നോ പല പേരുകളിൽ നാം അതിനെ സംബോധന ചെയ്യും. സംഗീത മനോഹരമായ ഗാനം ഇവിടെ ആലപിച്ചു. സംഗീതത്തിന് എല്ലാം ഒരു താളമുണ്ട്. ആ താളം തെറ്റുകയാണെങ്കിൽ നാം അതിന് എന്തോ പറയും, അവതാളം എന്നാ പറയുന്നത്. നമ്മുടെ ആരാധന ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും എന്തുണ്ടാകണം? ഒരു ക്രമം ഉണ്ടാകണം. നിരന്തരമായ യാമ നമസ്കാരങ്ങൾ നിർവഹിക്കണം. അതുകൊണ്ട് പിതാക്കന്മാർ 7 യാമങ്ങൾ തിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ആത്മീയമായ അധ്വാനം നിർവഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു ആത്മീയനായി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ആത്മീയ അധ്വാനമില്ലാതെ ഒരാൾക്ക് ദൈവീകനാകുവാൻ തക്കവണ്ണം കഴിയുമെന്ന് ചിന്തിക്കുന്നത് പോലും വളരെ മടയത്തരമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പിശാച് ഹൗവയെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, പരീക്ഷിക്കുന്നത് ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുകയാണെങ്കിൽ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. ഇപ്പോൾ ദൈവത്തെ പോലെയാകുവാൻ എന്ത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാ. ആ വൃക്ഷത്തിന്റെ ഫലം പറിക്കുക, കടിച്ചു പറിച്ച് തിന്നുക. എന്തുമായി മാറും? ദൈവത്തെ പോലെയായി മാറും. ഇതാണ് പറയുന്നത്. അവൾ പറിച്ചു തിന്നു, പറുദീസയിൽ നിന്ന് പുറത്താക്കി. ആത്മീയമായ അധ്വാനമില്ലാതെ ദൈവികനായി തീരുമെന്ന് ചിന്തിക്കുന്നത് പോലും മൂഢതയാ, മടയത്വരമാണ്. ആത്മീയമായ അധ്വാനമില്ലാത്തവർ നിരന്തരമായി ജീവിതങ്ങളിൽ പിശാചിന്റെ കളിപ്പാട്ടങ്ങളായി മാറ്റപ്പെടും. പിശാചുകളുടെ പ്രേരണകൾക്ക് വഴിപെട്ടുപോകും. 2 ശിഷ്യന്മാരെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഒരാൾ വിശുദ്ധനായ പത്രോസാണ്. തന്റെ പരസ്യശുശ്രൂഷയിൽ ഉടനീളം ക്രിസ്തുവിനോട് സന്തത സഹചാരിയായി കൂടെ നടന്ന് ക്രിസ്തുവിനോട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയാണ്. ക്രിസ്തു കടലിൽ മീതെ നടന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി വാശി പിടിക്കുന്നത് പോലെ എനിക്കും നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭ്യസനം നടത്തുകയാണ്. എന്നിട്ട് അവൻ നടന്നു കടലിന് മീതെ. അതുകൊണ്ടാകാം ഒരു തവണ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ പോലും കണ്ണുനീരൊഴുക്കി അനുദപിച്ച് ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവനായി നാനാദേശങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിക്കുന്നത്. മറ്റൊരു ശിഷ്യനുണ്ട്, യൂദാസ് കരിയോത്ത. കൂടെ നടന്നു. പണസഞ്ചിയിൽ മാത്രമായിരുന്നു അവന്റെ നോട്ടം. ഒടുവിൽ ആ പണസഞ്ചി കൊണ്ട് അക്കൽദാമ വാങ്ങുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. നിരന്തരമായി ജീവിതത്തിൽ ഈ ആത്മീയ അധ്വാനം നിർവഹിക്കണം പ്രിയമുള്ളവരെ. കുടുംബ പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ നിർവഹിക്കണം. ദിനംപ്രതി നമ്മുടെ കുടുംബങ്ങളിൽ നാം കയറി ഇറങ്ങുന്ന നമ്മുടെ ലിവിംഗ് റൂം ഉണ്ടല്ലോ, അത് തൂത്ത് വൃത്തിയാക്കി പാവരിച്ച് ഒന്നിച്ച് കുടുംബമായിരുന്ന് പാട്ടുപാടി രാമ നമസ്കാരങ്ങളൊക്കെ ചൊല്ലുന്ന നേരത്ത് അവിടെ ക്രിസ്തു വസിക്കുന്ന ഇടമായി മാറുക. ഒരു ആത്മീയമായ അന്തരീക്ഷം കുടുംബങ്ങളിൽ രൂപപ്പെടുത്തി എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആത്മീയ അധ്വാനങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ അദൃശ്യമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കോണം കഴിയുകയുള്ളൂ. കൂടെ ഇരിക്കുന്നവൻ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ തക്കോണം അങ്ങനെ കഴിയുകയുള്ളൂ. പഴയ കാലത്തെ ഒരു തലമുറയെ ഓർമ്മ കാണുമായിരിക്കും. യോഗാത്മകമായ ചിന്തകൾ വെച്ച് പുലർത്തുന്ന പഴയ തലമുറയിൽ അമ്മമാരെ കണ്ടിട്ടില്ലേ? അവരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം പ്രസന്നതയാണ്. അവർ സംസാരിക്കുന്നതിന്റെ ഒടുവിൽ സ്തോത്രമെന്നോ ഹല്ലേലൂയ എന്നൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കും. കേട്ടിട്ടില്ലേ? പരിചയം കാണത്തില്ലേ? ചട്ടയും കൊണ്ടുമൊക്കെ ഉപയോഗിക്കുന്ന അവർ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഒരു ദൈവികത. കറിക്ക് അരിയുന്ന നേരത്ത് പോലും ദൈവനാമം ഉച്ചരിക്കുന്നവരാ. അടുപ്പിൽ കഞ്ഞിക്കലം വെക്കുമ്പോഴും വാങ്ങുമ്പോഴും കുരിശു വരയ്ക്കുന്ന തലമുറകളെയൊക്കെ ഓർമ്മ കാണത്തില്ലേ? ഇതൊക്കെ ജീവിതത്തിന്റെ ആത്മീയ അധ്വാനങ്ങളിൽ അഭ്യസിച്ചെടുക്കുന്നതാ. ഞാൻ എന്റെ വലിയമ്മച്ചിയെ ഓർത്തു പോവുകയാണ്. എന്റെ ഉപ്പാപ്പൻ ഏകദേശം 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മച്ചിയുടെ പിതാവ് എന്റെ വല്യപ്പച്ചൻ മരിച്ചു പോകുന്നത്. 4 ആൺമക്കളെ പോറ്റി വളർത്തുന്നത് ഒരു വിധവയായിരുന്നുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. എന്നിരുന്നാൽ പോലും സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കും. ഇന്നും എനിക്ക് ഓർമ്മയുള്ള സാഹചര്യങ്ങളുണ്ട്. ചേർത്ത് പിടിച്ച് കണ്ണുനീരോടുകൂടി ഞാൻ വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ചിത്രം. ഞാൻ സെമിനാരിയിൽ പോകുന്ന സാഹചര്യത്തിലായപ്പോലും ഏത് പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ സന്ദർഭങ്ങളായിക്കൊള്ളട്ടെ പോകുന്ന നേരത്തൊക്കെ അടുത്തിരുത്തി പ്രാർത്ഥിച്ചിട്ട് നെറ്റിയിൽ റൂഷ്മ വരയ്ക്കും. പൗരോഹിത്യമൊന്നും സ്വീകരിച്ചിട്ടില്ല, എന്നാൽ പോലും ആ റൂഷ്മ വരിക്കുന്നതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ നിറമുണ്ട്. എവിടുന്ന് പ്രാപിക്കുന്നതാ? ജീവിതത്തിന്റെ ആത്മീയ അധ്വാനത്തിൽ നേടിയെടുക്കുന്നതാ. നമുക്ക് കഴിയുന്നുണ്ടോ തലമുറകളിലേക്ക് ഈ ആത്മീയ നിറവ് പകർന്നു നൽകുവാൻ? പ്രിയമുള്ളവരെ, വളർന്നു വരുന്ന തലമുറകൾ ആത്മീയ നിറവുള്ളവരായി തീരണമെങ്കിൽ നാം ആത്മീയ അധ്വാനം നിർവഹിച്ചേ മതിയാകും. ഇത് 1ാമത്തെ പടി. ആത്മീയമായ അന്ധത തുടച്ചു നീക്കുവാൻ തക്കോണം ക്രിസ്തു നൽകുന്ന 1ാമത്തെ പടി എന്ന് പറയുന്നത് ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി. 2ാമതായി ക്രിസ്തു അവർക്ക് നൽകുന്ന മാർഗം എന്ന് പറയുന്നത് കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകി.
അവരുടെ വിശ്വാസമില്ലായ്മ നീക്കുവാൻ തക്കവണ്ണം, ആത്മീയ അന്ധത തുടയ്ക്കുവാൻ തക്കവണ്ണം യേശു തമ്പുരാൻ ചെയ്യുന്നത് കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകി. 26-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ജീവിതത്തിൽ വിശ്വാസം ഉറപ്പിക്കണമെങ്കിൽ സങ്കടങ്ങളെ പറ്റി ചൊല്ലിക്കൊടുക്കണം. ഇന്നാരാ സങ്കടങ്ങളെ പറ്റി ചൊല്ലിക്കൊടുക്കുന്നത്? തലമുറകളെ ഒരു കുറവും അറിയിക്കാതെയാ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു കുറവും അറിയിക്കത്തില്ല. എല്ലാം ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകി കുറവൊന്നും അറിയിക്കാതെ വളർത്തിക്കൊണ്ടുവരും. പ്രിയമുള്ളവരെ, കുറവറിയിക്കാതെ വളർന്നു വരുന്ന ഈ തലമുറകൾ വളർന്നു നിങ്ങളുടെ പ്രായമാകുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളണം, ഓർത്തുകൊള്ളണം. അവർ പറഞ്ഞു കളയും ഒരു പക്ഷേ ഈ മാതാപിതാക്കൾ എനിക്കൊരു കുറവാണെന്ന്. പല മാതാപിതാക്കളും സങ്കടത്തോട് പറയത്തില്ലേ, കൈവെള്ളയിൽ കൊണ്ടു നടന്ന മകനും മകളുമാ കൈയിലെ വിരലിന്റെ ഇടയിൽ കൂടി തൂങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ല എന്ന്. ജീവിതത്തിൽ നാം ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക ഭദ്രതയൊന്നും സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണതൊന്നുമല്ലല്ലോ. നമ്മുടെ പൂർവികരുടെ കണ്ണീനീരും ചോര പൊടിയുന്ന അനുഭവങ്ങളും നൊമ്പരങ്ങളിൽ നിന്ന് വാർത്തെടുത്തതല്ലേ ഈ സാമ്പത്തിക ഭദ്രതയൊക്കെ എന്ന് പറയുന്നത്. ഈ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ പഴയ കാലത്തിന്റെ നൊമ്പരങ്ങളെ പറ്റിയും സഹനങ്ങളെ പറ്റി ചൊല്ലിക്കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. ഏത് പെരുന്നാൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ, ഏത് ആനന്ദമുള്ള സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, അതിന്റെ പിന്നിൽ ചോര പൊടിയുന്ന അനുഭവങ്ങളുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുവാൻ, പ്രബോധനം നൽകി കൊടുക്കുവാൻ തക്കവണ്ണം കുടുംബങ്ങളിൽ കഴിയണം. ഇന്ന് കൈകൊട്ടി ചിരിക്കുന്ന ചില സംഗീത പരിപാടികളും ആനന്ദം നൽകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ നേഴ്സറി സ്കൂളിൽ പഠിക്കുന്ന റൈമുകളൊക്കെ ഉണ്ടല്ലോ. അവരുടെ ജീവിതത്തിൽ ആനന്ദം നൽകുന്ന സന്ദർഭങ്ങളാണ് ഈ റൈമ് ചൊല്ലുക എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഉണ്ട്, അതിന്റെ ആ റൈമിന്റെ ഒക്കെ പിന്നിലുമുണ്ട് യഥാർത്ഥത്തിൽ ചില ചോര പൊടിയുന്ന അനുഭവം. ഉദാഹരണമായിട്ട് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു ശിക്ഷാരീതിയെ പറ്റി ഞാൻ പറയട്ടെ. മധ്യകാല യൂറോപ്പിൽ സമൂഹത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി വൈവാഹിക ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ നൽകുന്ന ഒരു ശിക്ഷാരീതിയുണ്ട്. നാട്ടുകൂട്ടം കൂട്ടി ഈ ഭാര്യ ഭർത്താവിനെ ശിക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ഇവരെ കോമാളി വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കും. കോമാളി വസ്ത്രം ധരിപ്പിച്ചിട്ട് ചായം പൂശിയിട്ട് കോമാളി കിരീടം ധരിപ്പിച്ച് ഭാരമുള്ളൊരു നുകം തോളിൽ വെച്ച് കെട്ടി രണ്ടു സൈഡിലും ബക്കറ്റു നിറയെ വെള്ളം നിറച്ചുകൊണ്ട് ഒരു കുന്ന് കാണിച്ചു കൊടുത്തിട്ട് പറയും, നിങ്ങൾ രണ്ടും കൂടി കുന്നിന്റെ മുകളിലേക്ക് പോവുക, ആ വെള്ളം ആ കിണറ്റിലൊഴിക്കുക, എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി താഴേക്ക് വരിക. ഇവരുടെ ഈ യാത്രയിൽ പലപ്പോഴായി വീണു പോകുന്നുണ്ട്. ഈ വീണു പോകുന്ന സാഹചര്യത്തിൽ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാം കൈകൊട്ടിച്ചിരിക്കും. ഇത്ര മനുഷ്യത്വരഹിതമായ ഒരു പ്രവണത അത് ഈ കാലഘട്ടത്തിൽ ആനന്ദം നൽകുന്ന ഒരു നേഴ്സറി റൈമ ഏതാണെന്നറിയാമോ? കേട്ട് കാണും. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ആൻഡ് ഹിൽ. കേട്ടിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ആൻഡ് ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ഫെൽ ഡൗൺ, ജിൽ കേം ഡൗൺ ട്രബിളിംഗ്. എന്താ ഇതിന്റെ അർത്ഥം? ഈ പറഞ്ഞപ്പെട്ട ഈ പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെടുത്തിയിരുന്ന റൈമ അന്ന് കൈകൊട്ടി ചിരിച്ച അതേപോലെ തന്നെ മനുഷ്യത്വരഹിതമായ ഏറ്റവും ക്രൂരതയുടെ മുഖംമൂടി അണിഞ്ഞ ആ സന്ദർഭത്തെ ഇന്ന് ആനന്ദമുള്ളതായി നാം കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഈ പെരുന്നാളുകൾക്കുമുണ്ട് ചൊല്ലിത്തരുവാൻ തക്കവണ്ണം ചില മുറിവുകളുടെ അനുഭവം. ജീവിതത്തിന്റെ സഹനങ്ങളുടെയും മുറിവുകളുടെയും നടുവിൽ മാത്രമേ ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഉദ്ധാനം ചെയ്ത ക്രിസ്തു ശിഷ്യന്മാർക്ക് അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവർക്ക് സമാധാനം നൽകി. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ എന്റെ കൈകാലുകൾ കണ്ട് ഇത് ഞാനെന്ന് തിരിച്ചറിയുവാൻ. അപ്പോൾ ക്രിസ്തു ആണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം കാട്ടിക്കൊടുത്തത് എന്താ? കയ്യിലെ കാലുകളെ മുറിവുകളാണ്. ആ മുറിവ് കാണാതെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ ഒരു പരിശുദ്ധന്റെ പെരുന്നാളാണ് നാം അനുഷ്ഠിക്കുന്നത്. അത് തൊട്ട് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് വിശ്വാസം പ്രഖ്യാപിച്ച ഒരു മഹാപരിശുദ്ധന്റെ പെരുന്നാളിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർക്കണം പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മുറിവുകളുടെ അനുഭവത്തിൽ മാത്രമേ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. സാംക്രമിക രോഗങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തിക ക്ലേശങ്ങളായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ സഹനങ്ങളായിക്കൊള്ളട്ടെ, ആരോടും പറയുവാൻ തക്കവണ്ണം കഴിയാത്ത കണ്ണുനീരിന്റെ അനുഭവങ്ങളായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ ഭാരമേറെ നിരപ്പോടുകളായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം നമുക്ക്
സാധിക്കും എന്നതാണ് ആ മുറിവുകൾ നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകുമ്പോൾ ആത്മീയ അന്ധത നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയാണ്. ആ 2 ശിഷ്യന്മാരുടെ മടക്കയാത്രയ്ക്കുള്ള ഒന്നാമത്തെ കാരണം ഞാൻ ഓർമ്മപ്പെടുത്തിയത് അവരുടെ ആത്മീയ അന്ധതയെ ക്രിസ്തു കൂടെ നടന്ന് തുടച്ചു നീക്കി. എങ്ങനെ തുടച്ചു നീക്കി? ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി. രണ്ടാമതായിട്ട് കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകി. ആ ശിഷ്യന്മാരുടെ ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിച്ച് ശിഷ്യന്മാരുടെ മടക്കയാത്രയുടെ രണ്ടാമത്തെ കാരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ നഗരത്തെ ഉപേക്ഷിച്ച് എമ്മാവൂസിലേക്ക് തിരികെ യാത്ര തിരിച്ച ശിഷ്യന്മാർ തിരികെ വിശുദ്ധ നഗരത്തിലേക്ക് പോകുവാനുള്ള കാരണം അതിൽ 2, ഏവരെയും കൈക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാനുള്ള അവരുടെ ഹൃദയ വിശാലതയാണ്. ഏവരെയും കൈക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാനുള്ള അവരുടെ ഹൃദയ വിശാലതയാണ്. Their frankness to embrace everyone. ആരെയും സ്വീകരിക്കുവാൻ, അവരുടെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാനുള്ള ഹൃദയത്തിന്റെ വിശാലത. 28-ാമത്തതും 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവർ മുൻപോട്ട് പോകുവാൻ ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടി പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് പാർക്കുവാനായി ചെന്നു. ഒരു അതിഥിയായി അപരിചിതനായി മനുഷ്യനെ ആര് സ്വീകരിച്ചു? ആ 2 ശിഷ്യന്മാർ സ്വീകരിച്ചു. കൂടെ നടന്ന സഹചാരിയായിരുന്ന ആ മനുഷ്യനെ, അപരിചിതനെ ഒരു അതിഥിയായി തങ്ങളോടുകൂടി വസിക്കുവാൻ അവനെ നിർബന്ധിച്ചു എന്ന വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ക്ഷണിച്ചു. ക്ഷണിച്ചപ്പോൾ എന്തു സംഭവിച്ചു? ക്ഷണിക്കപ്പെട്ടവൻ ആരായി മാറി? ക്രിസ്തുവായി മാറി. അവർ നൽകിയ വിരുന്നായി മാറി. ചെറിയ വിരുന്ന വലിയ വിരുന്നായി മാറ്റപ്പെട്ടു. ഇതൊരു യഹൂദ പാരമ്പര്യമാണ് കേട്ടോ. വഴി യാത്രക്കാർക്ക് താമസ സൗകര്യവും ഭക്ഷണവും നൽകുന്നത് ഒരു യഹൂദ പാരമ്പര്യമാണ്. പഴയ നിയമത്തിലെ ഒരു അപ്പച്ചൻ, ആ അപ്പച്ചന്റെ കുടിലിന്റെ അടുക്കലേക്ക് 3 പുരുഷന്മാർ വന്നു. അപ്പോൾ അപ്പച്ചൻ ആ പുരുഷന്മാരോട് പറഞ്ഞു, ഇന്ന് എന്നോട് കൂടെ താമസിച്ച് അപ്പകഷ്ണങ്ങളും വെള്ളവും ഒക്കെ കുടിച്ച് വിശ്രമിച്ചിട്ട് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അദ്ദേഹത്തോടു കൂടി താമസിച്ചു. ഭക്ഷണം ഒക്കെ കഴിച്ച് പോകുവാൻ നേരം, വിശ്രമിച്ചതിന് ശേഷം പോകുവാൻ നേരം ആ അപ്പച്ചനെ അനുഗ്രഹിച്ച് സമ്പത്തിനെയും തലമുറകളെയും അനുഗ്രഹിച്ച് മടങ്ങിപ്പോയി. ഏതപ്പച്ചനാ പഴയ നിയമത്തില്? അബ്രഹാം പിതാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 55-ാം വാക്യത്തിൽ പിന്നീട് കാണുന്നുണ്ട് ഈ അതിഥി സൽക്കാരത്തെ പറ്റി. ഈ ശിഷ്യന്മാർ ക്ഷണിക്കുന്നത് ഒരു യഹൂദ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ്. വഴിയാത്രക്കാർക്ക് താമസ സൗകര്യവും ഭക്ഷണം ഒരുക്കുന്ന ഒരു യഹൂദ സംസ്കാരം. അതിഥിയായി അവനെ ഹൃദയം തുറന്ന് ക്ഷണിച്ചപ്പോൾ ക്ഷണിക്കപ്പെട്ടവൻ ക്രിസ്തുവായി മാറ്റപ്പെട്ടു. എന്തു മാജിക് എവിടെ നടന്നത്? ഇത്രയും നേരം അപരിചിതനായിരുന്ന ഒരു മനുഷ്യനെ അവർ തങ്ങളോടുകൂടി വസിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത സാഹചര്യത്തിൽ അത് ക്രിസ്തുവായി കാണപ്പെട്ടത് എങ്ങനെയാ? എന്ത് മാജിക്കാ നടന്നത്? മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാനൊരു ഉപമാനം പറയാം. കത്തിയിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു മെഴുകുതിരി, ഈ മെഴുകുതിരി ഒരു കരിഞ്ഞ പ്ലാവില കൊണ്ട് അടിച്ചാൽ എന്തു സംഭവിക്കും? കത്തിയിരിഞ്ഞു നിൽക്കുന്ന ചെറിയ മെഴുകുതിരി പ്ലാവില വെച്ച് അടിച്ചാൽ എന്തു പറ്റും? ആ മെഴുകുതിരി എന്തോ കെട്ടുപോകും. ഇതേ പ്ലാവില നിങ്ങളുടെ വീടിന്റെ അടുപ്പിൽ എരിഞ്ഞു നിൽക്കുന്ന അടുപ്പിലേക്ക് കൊണ്ടിട്ട് എന്ത് പറ്റും? പ്ലാവില എരിഞ്ഞു പോകും. ഇതേ അടുപ്പിനേക്കാൾ വലിയൊരു തടി കഷ്ണം കൊണ്ട് വെച്ചാലോ അടുപ്പ് കെട്ടിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇതേ തടി കഷ്ണം ഒരു ചൂളയ്ക്കുള്ളിൽ കൊണ്ടുവച്ചാലോ തടി എരിഞ്ഞു പോകും. ഇതേ ചൂളയ്ക്കുള്ളിലേക്ക് ഒരു വലിയ ഇരുമ്പ് കഷ്ണം വെച്ചാൽ ആ ചൂടിന് ഇരുമ്പ് നേടിയെടുക്കും. ഇതേ ഇരുമ്പ് ഒരു ഫർണസിൽ കൊണ്ടിടുകയാണെങ്കിലോ ഉരുകി വെള്ളമായി മാറ്റപ്പെടും. എന്തെവിടെ നടക്കുന്നത്? ചിലതൊക്കെ തടസ്സം. ആ തടസ്സം മാറ്റുവാൻ എന്തോ ചെയ്യേണ്ടി വന്നു? അഗ്നിയുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അപരിചിതനെ, സഹോദരനെ, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, അയൽവക്കത്തുള്ളവരെയൊക്കെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ ചില തടസ്സങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. കോപം, വൈരാഗ്യം, വിദ്വേഷം, പ്രതികാരം, ഇവയൊക്കെയുള്ള തടസ്സങ്ങളെ അതിജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം? സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഈ തടസ്സങ്ങളെ എരിച്ചു കളയണം. എരിച്ചു കളയുന്ന നേരത്ത് ഹൃദയം തുറക്കപ്പെടുന്ന സാഹചര്യത്തിൽ ക്ഷണിക്കപ്പെട്ടവൻ ആരാകും?
ക്രിസ്തുവായി മാറ്റപ്പെടും. നാം നൽകുന്ന ചെറിയ വിരുന്ന് പോലും വലിയ വിരുന്നായി മാറ്റപ്പെടും. ഈ മാജിക് അവിടെ നടക്കുന്നത്. ഹൃദയം കൊണ്ട് സ്നേഹമാകുന്ന നന്ദി കൊണ്ട് ജ്വലിപ്പിച്ച ഹൃദയത്തിൽ നിന്ന് ആ മനുഷ്യനെ സ്വീകരിച്ചപ്പോൾ അത് ക്രിസ്തുവായി അവർക്ക് കാണപ്പെട്ടു. അവന് ദൈവികമായ ചൈതന്യം അവർക്ക്. അതിനകത്താണ് 31-ാം വാക്യത്തിൽ രേഖപ്പെടുന്നുണ്ട്, അവൻ നമ്മോട് തിരുവഴുത്തുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നേലോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന് ശേഷമാണ് നാം പഠിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന ആ വേദവാക്യം രേഖപ്പെടുന്നത്. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് എവിടേക്ക് പോയി? യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് അപരിചിതനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. സുവിശേഷം പഠിക്കുമ്പോൾ യേശു തമ്പുരാൻ സന്ദർശിക്കുന്ന അനേകം ഭവനങ്ങളെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ 2 ഭവനങ്ങള്. അതിൽ ഒന്നാമത്തെ ഭവനം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അവസാന വാക്യത്തിൽ പരീശനായ ശീമോന്റെ ഭവനത്തിലേക്ക് ക്രിസ്തു വരുന്നുണ്ട്. അവിടെ ക്ഷണിക്കുന്നത് ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു അവിടെ അതിഥിയായി മാറ്റപ്പെടുന്ന ആരുടെ മുമ്പാകെയാണ്? ഒരു പാപിനിയായ സ്ത്രീയുടെ മുൻപാകെയാണ്. രണ്ടാമത്തെ ഭവനം സക്കായിയുടെ ഭവനമാണ്. കാട്ടത്തിയിൽ കയറിയിരുന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. ക്രിസ്തു പോകുന്ന വഴിക്ക് അവന്റെ ഹൃദയം കണ്ടുകൊണ്ട് അവന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്ന ഭവനത്തിന് സമാധാനവും രക്ഷയും അരുളി. ഈ 2 ഭവന സന്ദർശനങ്ങളും നമുക്ക് നൽകുന്ന ഒരു ആത്മീയ വെളിച്ചമുണ്ട്. എന്താണെന്ന് അറിയാമോ? ക്രിസ്തു വിരുന്ന് ഒരുക്കുന്നവന്റെ വിരുന്നിലേക്കല്ല നോക്കുന്നത്, മറിച്ച് വിരുന്നൊരുക്കുന്നവന്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഹൃദയം എത്രമാത്രം തുറക്കപ്പെട്ടു എന്നുള്ള അന്വേഷണമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം അനാഫോറ തുടങ്ങുന്നതിന് മുമ്പായി നാം പരസ്പരം കയ്യസൂരി കൊടുക്കും. എന്താ അതിന്റെ അർത്ഥം? അരികിൽ നിൽക്കുന്നവനെ എന്റെ ഹൃദയം തുറക്കുന്നത് പോലെ 2 കൈകളും തുറന്ന് ഞാൻ അവനെ സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തില. അപ്പോഴാണ് മുറിക്കപ്പെടുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരമാവുകയും ഒഴിക്കപ്പെട്ട വീഞ്ഞ് ക്രിസ്തുവിന്റെ തിരുരക്തമായി മാറ്റപ്പെടുകയും കഴിയുകയുള്ളൂ. അല്ലാതെയൊക്കെ ഭക്ഷിക്കുന്നവന് അത് വെറും ഗോതമ്പപ്പമാണ്. അപ്പോഴാണ് നാം അതിന് ഉപ്പുണ്ടോ വീഞ്ഞു പുരണ്ടിട്ടുള്ളോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത്. സ്നേഹമാവുന്ന അഗ്നി കൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിച്ച് അവരനെയും കൂടി ജീവിതങ്ങളിലേക്ക് ക്ഷണിക്കുന്നവരായി മാറണം. ഹൃദയ വിശാലതയും സ്നേഹമുള്ളവരായി നിലകൊള്ളുവാൻ തക്കോണം നമുക്ക് കഴിയണം. ഇന്ന് എവിടെയായി സ്നേഹവും ഹൃദയ വിശാലതയും ഒക്കെ കാണുവാൻ കഴിയുന്നത്? ഇന്ന് മനുഷ്യൻ മനുഷ്യനെ തന്നെ സ്നേഹിക്കുന്ന കാലമാണ്. നാം പറയും സെൽഫ് ലവ് എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് തെറ്റാണോ? സ്വന്തമായി സ്നേഹിക്കുന്നത് തെറ്റാണോ? അത് മനുഷ്യ സഹജമാണ്. ഉദാഹരണത്തിന് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക വിചാരിച്ചോ. ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സൂം ചെയ്ത് നോക്കുന്നത് ആരെയാ? ജോൺ പോൾ അച്ഛനെയാണോ? പോൾസൺ അച്ഛനെയാണോ നോക്കുന്നത്? ആദ്യം നോക്കുന്ന ആരെയാ? നമ്മളെ തന്നെയാണ് നോക്കുന്നത്. നിങ്ങള് കൂട്ടുകാരുമായി ചേർന്ന് സെൽഫി എടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? എന്റെ തലയും എന്റെ ഭാഗങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടണമെന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ അതിന്റെ പരിധി വർദ്ധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ അതിക്രമിക്കുമ്പോഴാണ് നാം അതിനെ സ്വാർത്ഥത എന്ന് വിളിക്കുന്നത്. ഇന്ന് മനുഷ്യൻ മനുഷ്യനെ കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് വളർന്നു പോകുക. സുരക്ഷിതമല്ലാത്ത ഒരു സാമൂഹിക രാഷ്ട്രീയ കാലഘട്ടങ്ങളില്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഉദരത്തിൽ അമ്മയെ ഭക്ഷിച്ച് വളർന്നു വരുന്ന കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കരയുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനാ കരയുന്നത്? ഇന്ന് ഈ ലോകത്തിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും സുരക്ഷിതമായ ഇടം ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് കൊണ്ടാവാം. മറ്റ് സമൂഹങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഈ സമകാലിക വാർത്താ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ ഗർഭപാത്രം തന്നെയാണ്. അതുകൊണ്ടാകാം 2 ആഴ്ചകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ലൈംഗികമായ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട അവൾ ആത്മഹത്യ ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. അതിൽ അവൾ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് വൈറലായി തീർന്നതാണ്. അവൾ എഴുതിയത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവുമാണ് ഏറ്റവും സുരക്ഷിതമായ ഇടം. 11ാം 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ബോധ്യമാണ് ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവുമാണ്. എത്ര ശരിയാണ്! ബാക്കിയുള്ള ഇടങ്ങളെല്ലാം അക്രമത്തിന്റെ ഇടങ്ങളാണ്.
മനുഷ്യനെ പണത്തിനു വേണ്ടിയും കോപത്തിനു വേണ്ടിയും കാമത്തിനു വേണ്ടിയും കൊന്നു കൊലവിളിക്കുന്ന, വെട്ടിക്കളയുന്ന ഒരു ജീവിത രീതിയിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ശരിയായ വസ്തുതയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരെ നാം വിളിക്കും അവൻ മൃഗീയനാണെന്ന് പറയും. വേറൊരു ചോദ്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ, ഏത് മൃഗമാ സ്വന്തം വർഗത്തിൽപ്പെട്ട ജന്തുക്കളെ കാമത്തിനും കോപത്തിനും വേണ്ടി കൊല്ലുന്നത്? മനുഷ്യനല്ലാതെ ഏത് മൃഗമാ, ഏത് ജന്തുവാണ് സ്വന്തം വർഗത്തിലുള്ളതിനെ കാമത്തിനും കോപത്തിനും വേണ്ടി കൊല്ലുന്നത്? ജന്തുക്കൾ കൊല്ലുമായിരിക്കും, അത് ഇരയ്ക്ക് വേണ്ടിയാണ്, പ്രകൃതി നിയമമാണ് അത്. മനുഷ്യൻ മാത്രമേ സ്വന്തം വർഗത്തിലുള്ളതിനെ കാമത്തിനും കോപത്തിനു വേണ്ടി കൊല്ലുവാൻ തക്കവണ്ണം തയ്യാറാകുകയുള്ളൂ. എന്നിട്ട് നാം വിളിക്കും അങ്ങനെയുള്ള ഒരു മൃഗീയൻ എന്ന്. ഞാൻ പറയും, ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വവും മൃഗീയതയും തമ്മിൽ മാറ്റി നിർവചിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. എത്ര അഹംഭാവത്തോടെ ഈ നാളുകളിൽ നാം ജീവിക്കുന്നത്. ചിലരുടെ നടപ്പും ഭാവവും ഇരിപ്പും ഒക്കെ കണ്ടാൽ ലോകം അവരുടെ കൈവെള്ളയിലാണെന്ന ധാരണ. അല്പമൊക്കെ ആകാര വടിവും അല്പമൊക്കെ സാമ്പത്തിക ഭദ്രതയും അല്പമൊക്കെ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ആരെയും കയറി വെല്ലുവിളിച്ച് കളയാമെന്നുള്ള ചില അഹംഭാവമോ മനുഷ്യർക്ക് ഇന്നുള്ളത്. അത് റോഡിന്റെ വക്കെന്നില്ല, ദേവാലയത്തിന്റെ മുറ്റമെന്നില്ല, ദേവാലയത്തിന്റെ ഉള്ളെന്നില്ല, ആരെയും കയറി അങ്ങ് വെല്ലുവിളിച്ച് കളഞ്ഞേക്കാമെന്നുള്ള മനോഭാവമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന നാളുകൾ വളരെ ഹ്രസ്വമാണ്. ഹ്രസ്വമാകുന്ന കാലഘട്ടങ്ങളിൽ സ്നേഹ പരിസരങ്ങളെ സൃഷ്ടിക്കപ്പെട്ടില്ല എങ്കിൽ ആരാ നമ്മളെ ഓർക്കുന്നത്? എന്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ച ഒരു ഗീതമുണ്ട്. ബാപ്പാ വെള്ളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ രചിച്ച് ഇഷൽ മീഡിയ എന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂട്യൂബ് ബാനറിൽ റിലീസ് ചെയ്ത ഒരു ഗീതമാണ്. അതിന്റെ വരിയും അതിന്റെ ഈണവും അതോടൊപ്പം തന്നെ അത് പാടിയ കൊച്ചു ബാലന്റെ സ്വരചേർച്ചയും കൂടി സമന്വയിക്കുമ്പോൾ കണ്ണു നനയാതെ ആ വരികളും ആ ഗീതവും നമുക്ക് കേട്ടിരിക്കുവാൻ തക്കോളം കഴിയുകയില്ല. അതിന്റെ വരികൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യത്തെ വരി രേഖപ്പെടുത്തുന്നു മനുഷ്യന്റെ നശ്വരതയെ പറ്റി വെളിവാക്കുന്ന ഒരു ഗീതമാണ്. ആ വരി ഇങ്ങനെയാണ്: നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്. ഈ ലോകത്തിൽ ഇങ്ങനെ ആരെയും വെല്ലുവിളിച്ച് ഇങ്ങനെ കൈ വീശി നാം നടക്കുമ്പോൾ എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ചിന്തയുണ്ടാകണം, ഒരു നാൾ ഞാൻ കിടന്നു പോകുമെന്ന്. രണ്ടാമത്തെ വരി ഇങ്ങനെയാണ്: നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. ചുമ്മാ ഇങ്ങനെ കലവില കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുവാൻ, ചുമ്മാ ഇങ്ങനെ അക്രമ രാഷ്ട്രീയങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം, സമൂഹത്തിൽ അക്രമങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം, വിദ്വേഷങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം എന്റെ നാവ് കൊണ്ട് ഞാൻ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബോധ്യമുണ്ടാകണം, ഏതെങ്കിലും നിമിഷം എന്റെ നാവിന്റെ ചലനം നിലച്ചു പോകുമെന്ന്. മൂന്നാമത്തെ വരി ഇങ്ങനെയാണ് പറയുന്നത്: ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചു മടങ്ങുമെന്ന്. ചിരിച്ചട്ടഹസിച്ച് പരിഹസിച്ച് ഇങ്ങനെ നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ബോധ്യമുണ്ടാകണം, നാളെ നീയും കരയിപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുമെന്ന്. ഏറ്റവും ഒടുവിലത്തെ 4 വരികളാ നാം നമ്മുടെ മനസ്സുകളിൽ രൂപപ്പെടുത്തി എടുക്കേണ്ടതും ഓർത്തു വെക്കേണ്ടതും. രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മിഴികൾ ചിമ്മി തുറക്കുമ്പോൾ തീരുമെല്ലാം. കണ്ണു ചിമ്മി തുറക്കുന്ന നേരം മതി ഈ ലോകത്തിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ, തീരുവാൻ തക്കവണ്ണം. ഡിസംബർ മാസം 31-ാം തീയതി ഞാനൊരു ആക്സിഡന്റിന് സാക്ഷ്യം വഹിക്കേണ്ട വന്നു. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും, ഇവിടെ വന്നോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. 19 വയസ്സുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ചേപ്പാട് വലിയ പള്ളിയിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം തിരികെ പോരുന്ന വഴിയിൽ കാറ് വേണാട് ജംഗ്ഷൻ, പൈനമൂട് കുന്നം റോഡിൽ വേണാട് ജംഗ്ഷനിൽ വന്നപ്പോൾ വലിയ ആൾക്കൂട്ടം. നോക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്നുകൊണ്ട് പ്രഷർ പമ്പ് വെച്ച് റോഡ് വൃത്തിയാക്കുക. ചോര ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നു, അങ്ങും ഇങ്ങനെ മാംസപിണ്ഡങ്ങൾ ചിതറിക്കിടക്കുകയാണ്. സ്പീഡിൽ വന്ന് ഏതോ വാഹനത്തെ വെട്ടിച്ച് ട്രിപ്പറിന്റെ അടിയിൽ പെട്ടുപോയ 19 വയസ്സുള്ള ഒരു യുവാവിന്റെ ശവശരീരമാണ്, ചിതറിക്കിടക്കുകയാണ്. പിറ്റേ ദിവസം ജനുവരി മാസം 1-ാം തീയതിയിൽ പത്രം വായിച്ചപ്പോൾ 19 വയസ്സുള്ള വിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞ്, അവൻ വെക്കേഷന് വേണ്ടി പാലയിൽ എൻട്രൻസ് കോച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പനോടും അമ്മയോടും ചേർന്ന് ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ തക്കൊണ്ട് കടന്നു വന്നേ. നിമിഷ നേരം, കഴിഞ്ഞൊടിക്കുന്ന നേരം മതി പ്രിയമുള്ളവരെ വീണു പോകുവാൻ. അതുകൊണ്ട് ചില നേരമെങ്കിലും സ്നേഹ പരിസരങ്ങളെ സൃഷ്ടിക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകട്ടെ. പിന്നീട് അവൾ പറയുന്നുണ്ട്: കിതച്ച് ഓടി പിടിച്ചത് വെറുതെയാണെന്ന്, കൂട്ടിക്കിടിച്ചത് പൂജ്യത്തിന് തുല്യമാണെന്നുള്ള ബോധ്യം.
ഓടി നടന്ന് നാം നേടിയെടുക്കുന്ന ഈ സമ്പാദ്യങ്ങളെല്ലാം ആ നാഴികയിൽ ഒരു പൂജ്യത്തിന് താഴെയാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാളുകളിൽ ചില സ്നേഹ പരിസരങ്ങളെ സൃഷ്ടിക്കുവാൻ തക്കോണം ഇടയാകട്ടെ. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹം തെളിയിക്കപ്പെടണം. മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ മക്കൾ, മറിച്ച് ആ സ്നേഹം തെളിയിച്ചു കാണിക്കണം. അവർ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കണം. മക്കളെ സ്നേഹിക്കുന്നു എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ പോരാ, സ്നേഹമുഹൂർത്തങ്ങൾ കുടുംബങ്ങളിൽ സൃഷ്ടിക്കുവാൻ തക്കണം ഇടയാകണം. പരസ്പരം ആലിംഗനം ചെയ്യുന്ന അവസരങ്ങൾ, മൂർധാവിൽ ചുംബിക്കുന്ന അവസരങ്ങളൊക്കെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കോണം ഇടയാകണം. സ്നേഹിക്കുന്നിടത്താണ് പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള മനോഭാവങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം മറന്നു കളയുന്ന അനുഭവമാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്പം മുമ്പ് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തിരുജനനത്തിന്റെ ചിന്തകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ തിരുജനനം നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. സ്വർഗരാജ്യങ്ങളിൽ വിരാജിച്ചിരുന്ന ദൈവപുത്രൻ തന്റെ സ്ഥാനമാനങ്ങളെ മറന്നുകൊണ്ട് ഒരു കന്യകയുടെ മടുത്തട്ടിലേക്ക് വന്നു വീഴുമ്പോൾ എല്ലാം മറന്നു കളഞ്ഞ് സ്നേഹത്തെ പ്രതി തന്റെ സ്ഥാനമാനങ്ങളെല്ലാം മറന്നു കളഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവനെ നാം വിളിച്ചു ഇമ്മാനുവേൽ. എന്താ അതിന്റെ അർത്ഥം? ദൈവം നമ്മോടുകൂടി. ദൈവത്തെ അന്വേഷിച്ചുള്ള നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമുക്ക് ദൈവത്തെ എവിടെ കണ്ടെത്താൻ തക്കോണം കഴിയുമെന്നറിയാമോ? അത് ഓർമ്മപ്പെടുത്തുന്നത് കലാഭവന്റെ സ്ഥാപകനായിരിക്കുന്ന ഹാബേലച്ചന്റെ ആ പഴയ ഗീതമാണ്. എന്താണ്? ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, പിന്നെന്താണ് പറയുന്നത്? കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായി ഭൂമിയിൽ എങ്ങുമില്ല ഈശ്വരൻ. അവസാനത്തെ 4 വരികൾ ഇങ്ങനെയാണ്: അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ വാസം. പിന്നെ പറയുന്നു, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. പ്രിയമുള്ളവരെ, സ്നേഹസ്വരൂപിയായി സമൂഹത്തിൽ ഞാൻ നിങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ അപരന് ഞാൻ ആരായി മാറും? ക്രിസ്തുവായി മാറ്റപ്പെടും. ഈ ക്രിസ്മസിന്റെ നാളുകളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ DYFI പ്രവർത്തനം നടത്തിയ സ്നേഹപ്പൊതി എന്ന് പറയുന്ന പദ്ധതി, ഉച്ചഭക്ഷണത്തിന്റെ പൊതിച്ചോറ് വിതരണത്തിൽ ഒരു യുവാവിന് അവന് ലഭിച്ച പൊതിച്ചോറ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കത്തും കുറച്ച് പണവും. ആ കത്തിൽ എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്, പത്രങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അറിയപ്പെടാത്ത സഹോദര സഹോദരി ക്ഷേമമെന്ന് കരുതുന്നു. താങ്കളുടെ വേണ്ടപ്പെട്ട ആരോ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് എനിക്കറിയാം. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള പണം ഒരു നേരത്തെ മരുന്ന് വാങ്ങുവാൻ തക്കവണ്ണം താങ്കൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒടുവിൽ ഒരു വരി കൂടി ചേർത്തു: ഇന്ന് എന്റെ മകളുടെ പിറന്നാളാണ്. പ്രിയമുള്ളവരെ, ആ ആവശ്യഘട്ടത്തിൽ ആ മനുഷ്യന് ആ പണം ലഭിച്ചപ്പോൾ പണം നൽകിയവൻ അവന് മുമ്പാകെ ആരായി മാറ്റപ്പെട്ടു? ആരായി മാറ്റപ്പെട്ടു? ദൈവമായി, ഈശ്വര രൂപമായി മാറ്റപ്പെട്ടു. ഇത് തന്നെ അവിടെ നടക്കുന്നതൊക്കെ മാജിക് എന്ന് പറയുന്നത്. നമ്മുടെ അരികിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അപ്പനമ്മ സഹോദരങ്ങൾ മക്കളൊക്കെ ഈശ്വരന്റെ രൂപമായി മാറ്റപ്പെടണമെങ്കിൽ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ജ്വലിപ്പിച്ച് അവരെ ഹൃദയം കൊണ്ടിലേക്ക് സ്വീകരിക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകട്ടെ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവനെ കാണുന്ന നേരം അവന്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം നഷ്ടപ്പെടുത്തിയ വിശുദ്ധ നഗരത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. That same hour they got up and returned to Jerusalem. വിശുദ്ധ നഗരത്തിലേക്ക് കടന്നു ചെന്ന് ആ 2 ശിഷ്യന്മാർ ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്ന സാക്ഷ്യം സഹശിഷ്യന്മാരോടും സമൂഹത്തോടും പ്രഖ്യാപിച്ചു. ഈ പെരുന്നാൾ അതിന് കാരണമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ അശുദ്ധിയുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിശുദ്ധ ഇടങ്ങളിലേക്ക് യാത്ര തിരിച്ച് ക്രിസ്തുവിന്റെ സാക്ഷ്യം സമൂഹത്തോട് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശ്രൂഹ നമ്മെ ഇടയാകട്ടെ. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ആ 2 ശിഷ്യന്മാരുടെ യാത്രയുടെ 2 കാരണങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തെ കാരണം പറഞ്ഞത് അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കുവാൻ ക്രിസ്തു സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് ആത്മീയ അധ്വാനത്തിന്റെ പാഠം നൽകി, 2 കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകി. രണ്ടാമത്തെ കാരണം ഹൃദയം ആരെയും സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള അവരുടെ ഹൃദയ വിശാലതയാണ്. സ്നേഹമാഗ്നി കൊണ്ട് ജ്വലിപ്പിച്ച് അവരെ അപരിചിതനെ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തങ്ങളുടെ കൂടെ വസിക്കുവാൻ തക്കവണ്ണം ക്ഷണിക്കപ്പെട്ടപ്പോൾ അത് ക്രിസ്തുവെന്ന് കാണപ്പെട്ടു. അവർ വിശുദ്ധ നഗരത്തിലേക്ക് വീണ്ടും പോയി ക്രിസ്തുവിന്റെ സാക്ഷ്യം പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, ആ
തരുണത്തിൽ നമ്മുടെ ജീവിതത്തിന് പുതുക്കം ഉണ്ടാകുവാൻ, വിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് വീണ്ടും നടന്നു നീങ്ങുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിന്റെ ക്രമീകരണങ്ങളും ഈ ആരാധനകളും ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അവസരം ഒരുക്കി തന്ന ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട രാജനച്ഛനോടും എന്റെ ഏറെ പ്രിയപ്പെട്ട ഹോൾസൺ അച്ഛനോടും ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾ ഏവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.